consciousness. Supremacy. Impartiality. People. And voice. Big TV, without fear or favor. നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ബിഗ് ടിവിയിലേക്ക് സ്വാഗതം. ചെറിയൊരു ഇടവേള എടുത്തതിന് ശേഷമാണ് നമ്മൾ തമ്മിൽ ഇങ്ങനെ വീണ്ടും കണ്ടുമുട്ടുന്നത് അല്ലേ? ഇത്തവണത്തെ വരവ് അത് ഒരു വ്യത്യസ്തമായ വരവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി ഇനി നിങ്ങൾ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. ആരെയും ഭയക്കാതെ, ആരെയും പ്രീതിപ്പെടുത്താതെ സത്യത്തോടൊപ്പം അടിയുറച്ചു നിൽക്കാൻ ഞാനും എൻ്റെ ടീമും വാർത്തകളും വിശേഷങ്ങളുമായി ഈ ബിഗ് സ്ക്രീനിൽ ഇനി അങ്ങോട്ടുണ്ടാകും. ബിഗ് ടി വി മലയാളത്തിൻ്റെ ചീഫ് എഡിറ്ററായി വന്നതടക്കമുള്ള വിശേഷങ്ങളൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിഞ്ഞു കാണും. ഞങ്ങളുടെ വിശേഷങ്ങളിൽ ബിഗ് ടി വിയുടെ എല്ലാ കാര്യങ്ങളിലും പ്രേക്ഷകർ ഇങ്ങനെ ആകാംക്ഷയോടെ കുറേ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നും ജനങ്ങളോട് ചേർന്ന് നിൽക്കുക, അതിന് ഏറ്റവും നല്ല ജോലി എന്താണ്? ആ ചോദ്യമാണ് മാധ്യമ പ്രവർത്തനത്തിലേക്ക് എന്നെ എത്തിച്ചത്. പണിയെടുത്ത ഇത്രയും കാലവും എനിക്ക് ശരിയെന്ന് തോന്നുന്നതേ പറഞ്ഞിട്ടുള്ളൂ. അത് നിങ്ങൾക്കും അറിയാമല്ലോ അല്ലേ? പല ദിക്കിൽ നിന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, വിമർശനങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ പ്രോത്സാഹനം അതാണ് ഈ തളർത്താനുള്ള ശ്രമങ്ങളെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ എന്നെ ഇത്രയും നാൾ പ്രചോദിപ്പിച്ചത്. തോറ്റുകൊടുക്കാൻ മനസ്സില്ലായിരുന്നേ. പൊരുതി നിന്നതും ഉച്ചത്തിൽ ശബ്ദിച്ചതും എന്നും താഴെത്തട്ടിലുള്ളവർക്ക് വേണ്ടിയായിരുന്നു. ഭരണഘടന തന്നെയാണ് മാനിഫെസ്റ്റോ. പ്രേക്ഷകരായ നിങ്ങളുടെ സ്നേഹമാണ് ഊർജം. സത്യത്തെ മാർഗദർശിയാക്കിക്കൊണ്ട് ആ യാത്ര തുടരുകയാണ് ഞങ്ങൾ എല്ലാവരും. സഹപ്രവർത്തകരുടെ അകമഴിഞ്ഞ പിന്തുണയാണ് കരുത്തുന്നതും ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ നിമിഷത്തിൽ. ഇനി പറയേണ്ട ഒരാളുണ്ട്, അനിൽ അയിരൂർ സർ. ബിഗ് ടി വി എന്ന് പറയുന്ന തികച്ചും വ്യത്യസ്തമായ ഉള്ളടക്കമുള്ള ഒരു നിഷ് ന്യൂസ് ചാനൽ. ഈ നിഷ് എന്നുള്ള പേര് വെച്ച് കുറേ നമ്മൾ കളിയാക്കിയിട്ടുണ്ട്. എന്താണ് മലയാളത്തിൽ ഒരു നിഷ് ന്യൂസ് ചാനൽ? അതായത് വ്യത്യസ്തതകളുള്ള മറ്റ് ചാനലുകളിൽ നിന്നും മാറി നിൽക്കുന്ന ഉള്ളടക്കമുള്ള ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു വാർത്താ ചാനൽ. അതാണ് ഈ നിഷ് എന്ന സങ്കല്പത്തിന് പിന്നിൽ അദ്ദേഹം ഞങ്ങളോട് എടുത്തു പറഞ്ഞുകൊണ്ടേയിരുന്നത്. അങ്ങനെ ഒരു ചാനലുമായി അദ്ദേഹം മുന്നോട്ട് വന്നപ്പോൾ ആ യാത്രയിൽ ഒപ്പം കൂടുന്നോ പോരുന്നോ എൻ്റെ കൂടെ എന്ന് ചോദിച്ചപ്പോൾ മറുത്തൊരക്ഷരം പറയാൻ കഴിഞ്ഞില്ല. അതാണ് സത്യം. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നേ. മാധ്യമരംഗത്തെ പ്രമുഖരൊക്കെ പലയിടങ്ങളിൽ നിന്ന് ഒരു പുഴ പോലെ ഒഴുകി വന്ന് ആ സമുദ്രത്തിലങ്ങ് ചേർന്നു. 4 ചുവരുകൾക്കുള്ളിലെ ചർച്ചകൾക്ക് പകരം ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുകൂടി പറയാം. വാർത്തകൾ സംഭവിക്കുന്ന ഇടത്തേക്ക് നേരിട്ട് അങ്ങോട്ട് ഇറങ്ങാനാണ് ഞങ്ങളുടെ ബിഗ് ടി വിയുടെ തീരുമാനം. വാർത്ത കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളും ഞങ്ങൾക്കൊപ്പം ആ വാർത്തയിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. വിട്ടുവീഴ്ചയില്ലാത്ത വസ്തുതകളിലൂന്നിയ ഫാക്ച്വൽ ജേർണലിസം, അതാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് ഉറപ്പ് നൽകുന്നത്. വാർത്തയുടെ ആത്മാവ് മനുഷ്യത്വമാണെന്ന് തിരിച്ചറിഞ്ഞ് വേദനയും അനീതിയും ഒക്കെ മനസ്സിലാക്കി നാട്ടുകാർക്കൊപ്പം അവരുടെ മുന്നണി പോരാളിയായി ഞങ്ങളുണ്ടാകും. ഇതാണ് ബിഗ് ടി വി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നൽകുന്ന ഉറപ്പ്. ബിഗ് ടി വി, without fear or favor. ബിഗ് ടി വി യാഥാർത്ഥ്യമായതിന് പിന്നിൽ ആദ്യം പറയേണ്ട ഒരു പേരുണ്ട്, വിജയ് വെന്നം റെഡ്ഡി, the backbone of Big TV network. Our group chairman Vijay Vennam Reddy stands as a true visionary, a purpose-driven chairman whose journey reflects excellence, resilience and innovation. With a remarkable legacy spanning education, healthcare, media and technology, he has consistently transformed ideas into impactful realities. From a successful global career in the pharma and IT industry in the United States to pioneering media innovation in India, his journey is nothing short of extraordinary. അതെ, അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തുടങ്ങേണ്ടത്. His transition from the dynamic pharma and IT landscape of the US to establishing Big TV network in India marked more than a business milestone. It ignited a catalyst for change. ആ മാറ്റത്തിന്റെ ഉൾപ്രേരകം അതെങ്ങനെയാണ് മലയാളത്തിലേക്ക് വരുന്നത് അത് നമുക്കറിയണ്ടേ. With a visionary approach and an innovative style of connecting with people, he redefined how media engages, informs and inspires people. Driven by purpose, powered by integrity and guided by a bold vision, he continues in proving that leadership is not just about success, but always about creating meaningful impact. Welcome, Vijay sir. ഇനി പറയേണ്ടത് അനിൽ അയിരൂർ സാറിനെ കുറിച്ചാണ്. ബിഗ് ടി വി മലയാളത്തിന്റെ ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമാണ് അദ്ദേഹം. നിങ്ങൾക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ 10-30 വർഷമായി മാധ്യമലോകത്ത് അനിൽ അയിരൂറുണ്ട്. ഈ ക്രാന്തദർശിയുടെ ഏറെക്കാലത്തെ കഠിനാധ്വാനവും പരിശ്രമവുമാണ് ഇന്നിവിടെ യാഥാർത്ഥ്യമാകുന്നത്. ഇനി
സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് കേവലം വാചകങ്ങളിൽ ഒതുങ്ങുന്ന ഇക്കാലത്ത് അതിനായി ആഗ്രഹിച്ച് അദ്ദേഹം കാത്തിരുന്നത് ഞാൻ പറയും 3 പതിറ്റാണ്ടിലേറെ കാലമാണ്. അതിനൊടുവിലാണ് സ്വന്തമായ ഒരു ന്യൂസ് ചാനൽ, അതിലൂടെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്താണെന്ന് മലയാളിക്കും ലോകത്തിനും കാണിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം ബിഗ് TV മലയാളവുമായി ഇറങ്ങി പുറപ്പെട്ടത്. 3 പതിറ്റാണ്ടിലേറെ കാലമായി നമുക്കിടയിൽ അനിൽ അയിരൂറുണ്ട്. വാർത്തയുടെ വ്യാപ്തിയും ഉള്ളടക്കവും ഉൾക്കൊണ്ട് നീതി നിഷേധിക്കുന്ന ഏത് ചെറിയ സംഭവത്തിലും ശബ്ദമുയർത്തുക എന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന തത്വം പുനഃസ്ഥാപിക്കുകയാണ് ബിഗ് TVയിലൂടെ അനിൽ അയിരൂർ ലക്ഷ്യമിടുന്നത്. അതാണ് അദ്ദേഹം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന മാർഗനിർദ്ദേശവും. വാർത്തയുടെ താളത്തിനും വേഗത്തിനുമൊപ്പം മലയാളി ഇന്നോളം കാണാത്ത വിസ്മയങ്ങളും AR, VR, XR അടക്കമുള്ള പുതുസാങ്കേതിക വിദ്യകളെല്ലാം മാധ്യമ ലോകത്തേക്ക്, അത് എന്റർടൈൻമെന്റ് ആകട്ടെ ന്യൂസ് ആകട്ടെ, ഏതിലും കൊണ്ടുവന്നിട്ടുള്ള അനിൽ അയിരൂറിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മലയാളികളെന്ന് ഞങ്ങൾക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്വവും വളരെ വലുതാണ്. ഏറ്റവും സന്തോഷത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ചെയർമാൻ ആൻഡ് മാനേജിംഗ് എഡിറ്റർ ഓഫ് ബിഗ് TV മലയാളം, അനിൽ അയിരൂർ സർ. വെൽക്കം. എൻ്റെ കൈമുതൽ മാറുന്ന ലോകത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയും അനുഭവ സമ്പത്തും കൂടെ നിൽക്കുന്നവർ തരുന്ന ആത്മവിശ്വാസവുമാണ്. മൂടിക്കിടന്ന വലിയ വാസ്തവങ്ങളിലേക്ക് വാർത്തയുടെ കാമ്പ് തേടുന്ന യാത്ര. വാഗ്ദാനങ്ങളല്ല, ഇത് മാറ്റത്തിന്റെ പുതിയ തുടക്കം. സകല ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ള അതിജീവന പോരാട്ടമാണിത്. ഐ ആം അനിൽ അയിരൂർ, ചെയർമാൻ ആൻഡ് മാനേജിംഗ് എഡിറ്റർ, ബിഗ് TV. Big TV without fear or favor. ബിഗ് TV എങ്ങനെ മലയാളത്തിലേക്ക് വന്നു? ഒരു തെലുഗു ന്യൂസ് ചാനലിൽ നിന്ന് മലയാളത്തിൽ ഒരു ന്യൂസ് ചാനൽ തുടങ്ങുന്നതിലേക്ക് ആ നെറ്റ്വർക്ക് എങ്ങനെയായിരിക്കും എത്തിയിട്ടുണ്ടാവുക? ഒരുപാട് പേർ അതേക്കുറിച്ച് സംസാരിക്കുന്നു, ഒരുപാട് ചർച്ചകൾ ചെയ്യുന്നു. എന്നാൽ അതേക്കുറിച്ച് പറയാൻ കഴിയുന്ന, കൃത്യമായി ഈ നെറ്റ്വർക്കിന് പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ COOയെയാണ്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറെയാണ് പ്രേക്ഷകർക്ക് ഞാൻ ഇനി പരിചയപ്പെടുത്തുന്നത്. രൂപ ഇന്ദുക്കൂറി, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഓഫ് ബിഗ് TV നെറ്റ്വർക്ക്. She has worked with a leading network for decades, through which she earned huge credibility and powerful editorial judgment. With more than 16 years of experience in journalism and media leadership, she has started her media career at the age of 21. After joining with Pravasa Media in 2021, she played a decisive role in building Big TV network with her operational intelligence and audience engagement. Within 3 years, she could made it possible to launch the second news channel. So, I would like to proudly welcome Rupa Indukuri. Hi. Hello, Sujaya. First of all, congratulations. Thank you so much. Yeah. So, we are together. Yeah, finally. Big family, finally. And it's about to happen, our big launch. Yes. So, how do you feel right now when we are about to launch the second news channel from Big TV network? Yeah. Sujaya, like we always say, like as per my knowledge, in last 1 decade, there is no other South Indian channel which even tried to expand in some other languages. We are just being a 3 years old age channel. This is definitely a dare step for any channel. I think we made that steps very early, and we hope our second language is also will be a big success. And many people are asking why Malayalam. So we have fantastic answers for this. We've been really excited to work, and the kind of productivity they are showing, and the kind of dedication and the kind of expertise they are doing. And also, we always say people do different things, but here people are doing things differently. So that's the best part of Malayalam language. I think we made right decision by choosing our next state as the Kerala. So let's welcome other editorial board members also to the show. Yeah. Right? Sure. Yeah. Okay. So Rupa, let's welcome Venu Balakrishnan, our news director. Sure. പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലുകളുടെ ഒന്നും ആവശ്യമില്ലാത്ത ആളാണ് വേണു ബാലകൃഷ്ണൻ. അപ്പോൾ വേണു ചേട്ടനെ ഇങ്ങോട്ട് വിളിക്കാനായിട്ട് എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സൗമ്യനായ മാധ്യമപ്രവർത്തകൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ന്യൂസ് റൂമിലെ ബഹളങ്ങൾക്കിടയിലും എപ്പോഴും ആ ഒരു സൗമ്യമായ പെരുമാറ്റത്തിലൂടെ അവിടെയുള്ള ജേർണലിസ്റ്റുകളുടെ ഒക്കെ ഇടയിൽ നിറഞ്ഞു നിൽക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്നാൽ ഒരുപാട് ശബ്ദമൊന്നും അവിടെ എങ്ങും ഉണ്ടാകാറില്ല. ഏൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിർവഹിച്ച് കുറേ വർഷങ്ങളായി നമ്മുടെ ന്യൂസ് റൂമുകളിൽ എല്ലാവർക്കും പരിചിതമായി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന വേണു ബാലകൃഷ്ണനെ ഞങ്ങളുടെ ബിഗ് ടിവിയുടെ ന്യൂസ് ഡയറക്ടറെയാണ് അടുത്തതായി ഞാൻ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നത്. വെൽക്കം വേണു ബാലകൃഷ്ണൻ. അവനവനേക്കാൾ മുൻപേ അവനവന്റെ പരസ്യവണ്ടി പുറപ്പെടുന്ന കാലമാണിത്.
ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു എന്ന ഞാൻ പറച്ചിലുകളുടെ കാലം. മാധ്യമപ്രവർത്തനത്തിൽ ഒരേ ഒരു മേലധികാരിയേ ഉള്ളൂ, വാർത്ത മാത്രം. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ ഈ വേദിയിൽ തുല്യ നിലയിലുള്ളവരായി നമുക്ക് കണ്ടുമുട്ടാം. ഐ എം വേണു ബാലകൃഷ്ണൻ, ന്യൂസ് ഡയറക്ടർ, ബിഗ് ടി വി. Big TV, without fear or favor. He has completed 25 years. Oh God. അപ്പോൾ ഇവിടെ എന്താണ് അങ്ങയുടെ മനസ്സിൽ? സുജയ, നമ്മൾ ഇപ്പോൾ ഈ ബിഗ് ടിവിയുടെ ഭാഗമാകുമ്പോൾ അനിൽ അയിരൂര് ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു. ഇപ്പോഴും അതെ ആണ്, തീർച്ചയായിട്ടും. അപ്പം ഞാനൊക്കെ അത് ദൂരെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. സുജയും ഒക്കെ പിന്നീട് അനിലിൻ്റെ ഒരു സംരംഭത്തിൻ്റെ ഭാഗമാകുമ്പോൾ നിങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് മാറ്റത്തിന് വിധേയമാവുകയാണ് അല്ലേ? എനിക്കൊരു മെന്ററാണ്. ശരിയാണ്. നമ്മൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി വാർത്ത വായിച്ചുകൊണ്ടിരുന്ന ഒരു വാർത്താ വായനക്കാരിൽ നിന്ന് കുറച്ചുകൂടി ഓടിച്ചാടി നടക്കുന്ന ഒരു വാർത്താ അവതാരകയാക്കി മാറ്റിയതിൽ അദ്ദേഹത്തിന്റെ റോൾ എന്ന് പറയുന്നത് ബിഗാണ്. അതെ, ഞാൻ ഈ പറയുന്ന സുജയ് പറയുന്ന പോലെ ഒരു ട്രഡീഷണൽ ലെഗസി മീഡിയയുടെ ഭാഗമായി ഇതുവരെ പ്രവർത്തിച്ചു വന്ന ആളാണ്. അപ്പോഴാണ് ഈ ചങ്ങാതി ഇത്തരം വലിയ മാജിക്കുകൾ കാണിച്ചിട്ടുള്ളത്. എന്നാ പിന്നെ അതിന്റെ ഒരു ഭാഗമാകാം. ആദ്യമായിട്ടാണോ അനിൽ സാറിന്റെ കൂടെ ജോലി? അനിലിന്റെ കൂടെ അത്രയും ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇപ്പോഴാണ്. അപ്പൊ ഇനി മനസ്സിലാക്കിക്കോളൂ, ശരിക്കും മനസ്സിലാവും. അപ്പോൾ വേണു ബാലകൃഷ്ണൻ എന്താണ് എന്നുള്ളത് ബിഗ് ടിവിയിലൂടെ ഇനി അനിൽ അയിരൂർ സാറിന്റെ മാജിക്കിലൂടെ കടന്നു പോകുമ്പോൾ അത് പ്രേക്ഷകർ കാണാൻ പോകുന്നതേ ഉള്ളൂ. കാണാൻ പോകുന്ന പൂരം എന്തായാലും ഞാനിപ്പോ പറയുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ആരെ വിളിക്കാം? ജോഷി കുര്യൻ. ജോഷി കുര്യൻ. ഞാനൊരു ഇടുക്കിക്കാരനാണ്. കൊടുങ്കാറ്റും പേമാരിയും വന്നാലും ഞങ്ങൾ ഹൈറേഞ്ചുകാർ വരട്ടെ എന്ന മട്ടിൽ നേരിടും. 24 വർഷത്തെ എൻ്റെ മാധ്യമപ്രവർത്തന ജീവിതവും ഇങ്ങനെയാണ്. ഏതു പ്രതിസന്ധിയെയും മടവാളിൻ്റെ ചുണയോടെ എതിരിടും. അങ്ങനെയാണ് അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകനായത്. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന വലിയ സത്യങ്ങൾ തേടിയിറങ്ങിയത്. നിയമ സംവിധാനങ്ങൾക്ക് പോലും കണ്ടെത്താനാവാത്ത പോയ കുറ്റകൃത്യങ്ങൾ തേടിപ്പോയത്. ആ ഊർജത്തിൻ്റെ കരുത്തിൽ നിന്നാണ് പുതിയ ചുവടുവയ്പ്. നാടറിയേണ്ട, നാം അറിയേണ്ട സത്യങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. പുതിയ വാർത്തകളുടെ വലിയ ലോകം നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുമ്പോൾ ഞാനുമുണ്ട്. ഐ എം ജോഷി കുര്യൻ, എക്സിക്യൂട്ടീവ് എഡിറ്റർ, ബിഗ് ടി വി. Big TV, without fear or favor. ജോഷി കുര്യനെ കുറിച്ചുള്ള ഒരു പ്രൊഫൈൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിനപ്പുറം ജോഷിയെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി നമ്മൾ പറയണം. ഫീൽഡിൽ പ്രവർത്തിച്ച് കഴിഞ്ഞ 20 വർഷം ദൃശ്യമാധ്യമ മേഖലയിൽ, അതുപോലെ തന്നെ 3 വർഷം പ്രിന്റ് മാധ്യമ പ്രവർത്തനം, അത് രണ്ടും പൂർത്തിയാക്കി 24 വർഷത്തെ വേണുചേട്ടന്റെ പ്രിന്റ് മാധ്യമ പ്രവർത്തന എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞില്ല, അതല്ലാതെയാണ് 25. അപ്പോൾ തൊട്ട് താഴെ വരെ എത്തി നിൽക്കുകയാണ് ജോഷി കുര്യൻ. ഏറ്റവും താഴെ തട്ട് മുതൽ ജോലി ചെയ്ത് പടിപടിയായി എത്തിച്ചേർന്നതിന്റെ ഒരു മാതൃകയായി മാറുന്ന ജോഷി കുര്യനെയാണ് നമ്മൾ ഇനി സ്വാഗതം ചെയ്യുന്നത്. വെൽക്കം ജോഷി. ജോഷി, നമ്മൾ പറഞ്ഞു വന്നത് ഫീൽഡിൽ നിന്ന്, അതായത് മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ടറാണ് ഏത് സ്ഥാപനത്തിൻ്റെയും നട്ടെല്ലെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു നട്ടെല്ലായി ബിഗ് ടി വിയുടെ എഡിറ്റോറിയൽ ബോർഡിൽ ജോഷി കുര്യൻ ഉണ്ട്. അപ്പോൾ ആ ഫീൽഡിലെ കരുത്ത് അതെങ്ങനെയായിരിക്കും ജോഷി ബിഗ് ടി വിയുടെ മാധ്യമപ്രവർത്തന മേഖലയിൽ അത് ഏറ്റവും നന്നായി ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? എന്താണ് ജോഷിയുടെ ഒരു വിഷൻ? നമ്മൾ ഫീൽഡിലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഒരു ന്യൂസ് റൂമിനകത്ത് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല ഫീൽഡിലുള്ളത്. അത് നമ്മൾ ഒരു ഗ്രൗണ്ട് ലെവലിലേക്ക് ഇറങ്ങി ഗ്രൗണ്ട് സീറോയിൽ നിന്നുള്ള റിപ്പോർട്ടിംഗ് എക്സ്പീരിയൻസ് ആണ്. ആ ഗ്രൗണ്ട് സീറോ റിപ്പോർട്ടിംഗ് എക്സ്പീരിയൻസിനെ നമുക്ക് എങ്ങനെ ഫ്ലോറിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാനിതിൽ പ്രധാനമായും ബിഗ് ടി വിയിലൂടെ കാണുന്നത്. അതിൻ്റെ ഒരു പരീക്ഷാശാല കൂടിയായിരിക്കും ഇത് എന്ന് കരുതുന്നു. അതിനെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് റിപ്പോർട്ടിങ്ങിലെ എക്സ്പീരിയൻസിനെ ഫ്ലോറിലേക്ക് കൂടി, ന്യൂസ് ഫ്ലോറിലേക്ക് കൂടി, ന്യൂസ് സ്റ്റുഡിയോയിലേക്ക് കൂടി കൊണ്ടുവന്നുകൊണ്ട് അതിനെ കൃത്യമായി ഉപയോഗിക്കാനുള്ള ശ്രമമാണ് സ്വാഭാവികമായിട്ട് നടത്തുക. നമുക്ക് കരുത്തായി അടുത്തതായി എത്തുന്നത് ആരാണ്? എസ് വിജയകുമാർ. മലയാള വാർത്താ ചാനലുകളുടെ 2 പതിറ്റാണ്ട് കാലത്തെ വളർച്ചയ്ക്കൊപ്പമായിരുന്നു എൻ്റെ യാത്ര. ഞാൻ കണ്ട മനുഷ്യരും റിപ്പോർട്ട് ചെയ്ത വാർത്തകളുമായിരുന്നു എൻ്റെ പാഠശാല. കോടതി മുറികളിലെ വാർത്തകൾ അതിൻ്റെ ഗൗരവം ചോരാതെ ജനകീയ സ്വഭാവത്തിൽ പ്രേക്ഷകരിലെത്തിക്കാൻ ഞാൻ നടത്തിയ എളിയ ഇടപെടലുകൾ എവിടെയൊക്കെയോ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. സമൂഹ മാധ്യമങ്ങൾ വഴി എല്ലാവരും മാധ്യമപ്രവർത്തകരായി മാറുന്ന കാലമാണിത്. ഉത്തരവാദിത്വം കൂടുന്നുണ്ട്. വാർത്തകൾ എന്നാൽ വിവരങ്ങൾ മാത്രമല്ല, അതിനപ്പുറവും ആഴമുള്ള സമഗ്രതയാണ് എന്നാണ് എൻ്റെ ബോധ്യം. വാർത്തായാത്ര തുടരുകയാണ്. ഐ എം എസ് വിജയകുമാർ, എക്സിക്യൂട്ടീവ് എഡിറ്റർ, ബിഗ് ടി വി. Big TV, without fear or favor.
ജോഷി ഫീൽഡിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാണ് ജോഷിയെ പരിചയപ്പെടുത്തത്. എസ് വിജയകുമാറിനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടല്ലോ വേണിച്ചേട്ടാ, എസ് വിജയകുമാർ നമ്മുടെ മലയാള ന്യൂസ് ചാനൽ മേഖലയിലെ ആദ്യത്തെ 24/7 ന്യൂസ് ചാനലായ ഇന്ത്യ വിഷൻ, ആ ഇന്ത്യ വിഷനിൽ നിന്നുള്ള ഒരു അനുഭവ സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാധ്യമപ്രവർത്തനം കിട്ടാവുന്ന ഏറ്റവും നല്ല പാഠശാലയാണ്. ആ പാഠശാലയിൽ നിന്ന് പഠിച്ചിറങ്ങി അതിൻ്റെ കരുത്തോടെ മറ്റ് ന്യൂസ് ചാനലുകളിൽ ജോലി ചെയ്യുമ്പോഴും ആ കരുത്ത് അതേപടി തുടർന്ന് പിന്നീട് ഒരു അവതാരകനായി മാറി. അങ്ങനെ ഒരു ട്വിൻ വേ ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയ എസ് വിജയകുമാർ നമ്മുടെ ടീമിന് ശരിക്കും ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അതുപോലെ തന്നെ കോടതിയാകട്ടെ, സാഹിത്യമാകട്ടെ, അതുപോലെ ദേശീയ രാഷ്ട്രീയമാകട്ടെ, സംസ്ഥാന രാഷ്ട്രീയമാകട്ടെ, മേഖല ഏതായാലും എന്തിന് യുദ്ധമാണെങ്കിൽ പോലും അതിൽ കൃത്യമായ ഒരു ടേക്ക് എടുക്കാൻ കഴിയുന്ന എസ് വിജയകുമാറിനെ ഏറ്റവും സന്തോഷത്തോടെ നമ്മുടെ ടീമിലെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഒരു അംഗം കൂടിയാണ് എസ് വിജയകുമാർ. വെൽക്കം എസ് വിജയകുമാർ. എസ് വിജയകുമാർ മലയാളിക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലുകളുടെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു മാധ്യമപ്രവർത്തകനാണ്. ടെലിവിഷനിൽ ആ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന എസ് വിജയകുമാറിനെ അതിപ്പോൾ വിഷയം ഏതാകട്ടെ ഞാൻ ആമുഖമായിട്ട് പറഞ്ഞതുപോലെ വേണിച്ചേട്ടന് തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും വിജയൻ ഫീൽഡിലും അതുപോലെ തന്നെ ഫ്ലോറിലും ഗംഭീരമായ ഒരാളാണ്, ഡെസ്കിലും. അപ്പോൾ ഡെസ്കിൽ നിന്ന് ന്യൂസ് ട്രാക്ക് എന്ന് പറയുന്ന ഒരു വാർത്താ ബുള്ളറ്റിൻ അവതരിപ്പിക്കുന്ന എസ് വിജയകുമാറെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് പ്രോംപ്റ്ററിന്റെ ഒന്നും സഹായമില്ലാതെ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഞൊടിയിടയിൽ സാധിച്ചു കളയും. എസ് വിജയകുമാർ എങ്ങനെയാണ് ഒരു അവതാരകനായി മാറിയത് ഒരു റിപ്പോർട്ടറിൽ നിന്ന്? സുജയ, നമ്മൾ ഈ പരമ്പരാഗത വാർത്താ വായന എന്നത് ഒരു ന്യൂസ് പ്രസൻറ്റേഷനാക്കി മാറ്റിയ ഒരു സമയമുണ്ടല്ലോ. ആ സമയത്താണ് ഞാൻ ന്യൂസ് ഡെസ്കിൽ സജീവമാകുന്നത്. ആ സമയത്താണ് ന്യൂസ് ഡെസ്കിൻ്റെ ഭാഗമായി വാർത്ത വായിക്കുകയും ഒക്കെ ചെയ്യുന്നത്. സുജയ പറഞ്ഞ പോലെ ന്യൂസ് ട്രാക്ക് എന്ന വാർത്ത നമ്മൾ പ്രോംപ്റ്ററൊന്നും ഇല്ലാതെ വായിക്കുന്നത് യഥാർത്ഥത്തിൽ ഫീൽഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഞാൻ വാർത്ത വായിക്കുന്നത് എപ്പോഴും ഞാനൊരു റിപ്പോർട്ടറായിരുന്ന ആ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലാണ്. അതുകൊണ്ട് എനിക്ക് ഫീൽഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് വാർത്ത വായനയും തോന്നിയിട്ടുള്ളത്. നമ്മളെല്ലാവരും ഒരുമിച്ച് കുറേ കാലം ജോലി ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും വളരെ അടുപ്പവും നേരത്തെ തന്നെ ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒട്ടും അപരിചിതത്വം ഇല്ലാത്ത ഒരു സംവിധാനത്തിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. അനിൽ സാറിനെ ഞാൻ ഇന്ത്യ വിഷൻ തൊട്ട് ഒരുമിച്ച് ജോലി ചെയ്തു വന്നൊരു വേറൊരു അനുഭവം കൂടി എനിക്കുണ്ട്. അതെ, അപ്പോൾ അതാണ് കൃത്യമായ ഒരു തീരുമാനം എടുക്കുന്നു. അങ്ങനെ തീരുമാനമെടുത്ത് നമ്മുടെ ഈ കുടുംബത്തിൽ ചേർന്ന മറ്റൊരാളെ, അത് പ്രേക്ഷകർക്ക് വളരെ പരിചിതമായ ഒരു മുഖമാണ്. അതുപോലെ തന്നെ തീക്ഷ്ണമായ ചോദ്യങ്ങളിലൂടെ ചാട്ടുളി പോലെയുള്ള ചാട്ടുളി പോലെയുള്ള ചോദ്യങ്ങളിലൂടെ നമ്മളെയൊക്കെ സ്ക്രീനിന് മുന്നിൽ പിടിച്ചിരുത്തിയിട്ടുള്ള ആരെയാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത്? അപർണ കുറുപ്പ്. യെസ്, അപർണ കുറുപ്പ്. അക്ഷരങ്ങൾ എനിക്ക് വെറും വാക്കുകളല്ല, ആയുധങ്ങളാകുന്ന ചുട്ട മറുപടികളാണ്. അതെന്റെ ദിശാബോധമാണ്, അതെന്റെ കാഴ്ചപ്പാടാണ്. നാട് മിണ്ടാൻ മടിക്കുന്നിടത്തും ഞാൻ പറയും. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ, മുഖം നോക്കാത്ത ചോദ്യങ്ങൾ. സത്യത്തെ വളച്ചൊടിക്കാനും വിഴുങ്ങാനും ശ്രമിക്കുന്നവർ പേടിക്കണം. കാരണം ഇവിടെ മര്യാദകളെക്കാൾ വലുത് നീതിയാണ്. തർക്കിക്കാനല്ല ഞാൻ വരുന്നത്, ഓരോ വാക്കും തറപ്പിച്ചു പറയാനാണ്. ഐ ആം അപർണ കുറുപ്പ്, സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ, ബിഗ് ടിവി. Big TV, without fear or favor. നമ്മുടെ സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്ററായിട്ടാണ് അപർണ കുറുപ്പ് ബിഗ് ഫാമിലിയുടെ ഭാഗമാകുന്നത്. അപർണയുടെ ആദ്യത്തെ എഡിറ്റോറിയൽ ബോർഡ് ജീവിതം ബിഗ് ടിവിയിലൂടെയാണ് തുടങ്ങുന്നത്. ജോഷിയുടെ അതെ അല്ലേ? ജോഷിയുടെ അതെ. നമുക്ക് ചെറിയൊരു കുറച്ച് നമ്മളൊരു മുതിർന്നവരാണെന്ന് വേണമെങ്കിൽ പറയാം അതിൽ. പക്ഷേ അപർണ കുറുപ്പ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലും മാതൃഭൂമിയിലും ന്യൂസ് 18-ലും ഒക്കെ നമ്മൾ കണ്ട പരിചിതമായ ഒരു മുഖം, അത് സ്ക്രീനിൽ ജ്വലിക്കുന്ന ഒരു മുഖമാണ്. എങ്ങനെ തോന്നുന്നു, എന്ത് തോന്നുന്നു? ഒരു വലിയ മാറ്റമാണ് കരിയറിലായാലും ജീവിതത്തിലായാലും. ഇപ്പോൾ നമ്മൾ മലയാളം ചാനൽസ് എത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം അജണ്ട സെറ്റിംഗ് മാത്രമാണ് ചാനലിൽ നടക്കുന്നത്. അജണ്ട സെറ്റ് ചെയ്യുന്നു, അതിന് അനുസരിച്ചുള്ള വാർത്തകൾ പോകുന്നു. പീപ്പിൾ സെൻട്രിക് ജേർണലിസം എന്ന് പറയുന്ന സാധനം വലിയ ഒരു വിഷയമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് അനിൽ അരൂർ എന്ന് പറയുന്ന ഒരു വിഷണറി ഇനിഷ്യേറ്റീവ് എടുത്ത ചാനലുകൾ ഏത് തരത്തിലാണ് ജനങ്ങളിലേക്ക് എത്തിയെന്ന്, എവിടെയാണ് തൊടേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയുമ്പോൾ ആണ് പീപ്പിൾ സെൻട്രിക് ജേർണലിസം നിൽക്കുന്നത്. അങ്ങനെ ഒരു കോറിൻ്റെ ഭാഗമാകണമെന്ന് കുറച്ചു കാലമായിട്ട് നമ്മൾ വിചാരിക്കുന്നത് ചില ഈ പറഞ്ഞ പോലെ അജണ്ട സെറ്റിങ്ങുകളുടെ ഭാഗമായി മാത്രം മാധ്യമ പ്രവർത്തനം ചെയ്യേണ്ടി വന്ന ഒരു സമയത്താണ്. അങ്ങനെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ നമുക്ക് തോന്നും മതി, ഇനി ഇതിൽ കൂടുതൽ നമുക്ക് ഈ ഫീൽഡിൽ നിൽക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നു. ഒരു പ്രത്യേക പോയിന്റിലാണ് ഞാൻ അനിൽ സാറിനെ കാണുന്നത്. അപ്പോഴാണ് പറയുന്നത് ഞാനിങ്ങനെ ഒരു പുതിയ ഒരു ചാനലിൻ്റെ ഇതിൽ
അതൊരു വല്ലാത്തൊരു ടൈമിംഗ് ആണ്. ടൈമിംഗ് ഓഫ് ഡെസ്റ്റിനി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ടൈമിലാണ് കണ്ടത്. ആ ടൈമിലാണ് അന്ന് ബിഗ് ടി വി ഇങ്ങനെ ആലോചിച്ച് വരുന്ന ഒരു സമയത്ത് അങ്ങനെ അത് സംഭവിക്കുന്നു. അതും എനിക്കൊരു എന്തൊരു വണ്ടർ ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യത്തിന് ഇതുവരെ കണ്ട ന്യൂസ് ചാനലുകളിലേതുപോലെയുള്ള ഒരു സംവിധാനമേ അല്ല ബിഗ് ടി വി. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങളിലൂടെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയി ഏറ്റവും നല്ല രീതിയിൽ മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് അപർണ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മാധ്യമപ്രവർത്തന സംവിധാനത്തിലൂടെ പോകുന്ന ഒരു നെറ്റ്വർക്കിന്റെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയിലാണ് സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്ററായ അപർണ കുറുപ്പ് നമുക്കപ്പോൾ ഉള്ളത്. വേണിച്ചേട്ടാ, ഇനി നമ്മൾ ആരെയാണ് വിളിക്കുന്നത്? നമ്മുടെ പവർ ബാങ്ക് ലക്ഷ്മി പത്മ. യെസ്, ലക്ഷ്മി പത്മ. ആരെയും കൂസാത്ത അധികാര ധാർഷ്ട്യം, ആണെന്ന അഹന്ത, ഉള്ളു പൊള്ളിപ്പിടഞ്ഞ പെണ്ണിനോട് ഭീഷണി, ഇതത്രയും കേരളം കണ്ടതാണ്. തുരുത്തിലെന്ന പോലെ ഒറ്റപ്പെട്ടു നിന്ന അവളെ കണ്ടു, കേട്ടു, ഒപ്പം നിന്നു. അവളെപ്പോലെ മറ്റു പലരെയും നാടറിയേണ്ടത് വിളിച്ചു പറഞ്ഞു. തോറ്റു പിന്മാറില്ല, ചുവടുകൾ ഉറച്ചതാണ്. നീതിയുടെ വെളിച്ചം കാണും വരെ മുന്നോട്ട്. ന്യൂസ് റൂമിന് പുറത്തേക്ക് നീളുന്ന സമരമാണ്, ചേർത്തു പിടിക്കലാണ് എനിക്ക് മാധ്യമ പ്രവർത്തനം. ഐ എം ലക്ഷ്മി പത്മ, കോർഡിനേറ്റിംഗ് എഡിറ്റർ, ബിഗ് ടി വി. Big TV, without fear or favor. ലക്ഷ്മി ഈ ബിഗ് ടി വിയിലേക്ക് എത്തുമ്പോൾ ലക്ഷ്മി ഇനി അങ്ങോട്ട് മാധ്യമപ്രവർത്തനത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് ഇവിടെ? എനിക്ക് എൻ്റെ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ എന്നിലെ ഒരു മാധ്യമപ്രവർത്തകയെ, എന്നിലെ റിപ്പോർട്ടറെ, എന്നിലെ അവതാരകയൊക്കെ അടുത്ത ഒരു ലെവലിലേക്ക് കൊണ്ടുപോകണം എന്നാഗ്രഹമുണ്ട്. ഇപ്പോൾ സുജയ അന്തം വിടുന്നുണ്ടാവും, ഇവർ റിപ്പോർട്ടിങ്ങിനും പോകാൻ ഉദ്ദേശിച്ചു. അന്തം വിടുന്നില്ല, വിട്ടു. പക്ഷേ എനിക്കങ്ങനെ ഫീൽഡിനകത്തും ക്യാമറയ്ക്ക് മുന്നിലും ഒരുപോലെ എക്സൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഓൾറൗണ്ടർ ആകണം. അതിനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടാകും, അതിനുള്ള ഒരു നെക്സ്റ്റ് ലെവൽ ഇവിടെ ഉണ്ടാകും എന്ന് ഉള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എന്നാൽ അല്ലെങ്കിൽ സാറിൻ്റെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഇന്ത്യ വിഷനിൽ പ്രവർത്തിച്ച ആളാണ്. ഈ എസ് വിജയകുമാറിനൊക്കെ ഒപ്പം സഹപ്രവർത്തകരായിരുന്നു. നമ്മളും സഹപ്രവർത്തകരായിരുന്നല്ലോ ഏഷ്യാനെറ്റ് ന്യൂസിൽ. അപ്പോൾ ഇന്ത്യ വിഷൻ്റെ ഒരു ചടുലതയുണ്ട്. ഇന്ത്യ വിഷനിൽ നിന്ന് വിട്ടപ്പോൾ എനിക്ക് എന്നിലെ ജേർണലിസ്റ്റിന് ആ ഒരു ചടുലമായ ഒരു വാർത്താ അന്തരീക്ഷം നഷ്ടമായി. അനിൽ അയിരൂർ എന്താണ് ഈ ദൃശ്യമാധ്യമ രംഗത്ത് ചെയ്യുന്നതെന്നും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ അദ്ദേഹം വലിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതല്ലാതെ തന്നെ ദൃശ്യമാധ്യമ രംഗത്തും വലിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എം വി നികേഷ് കുമാർ തുടങ്ങിയ ദൃശ്യമാധ്യമ രംഗത്തെ വിപ്ലവത്തിന് ശേഷം പിന്നെ കുറേ കാലം സ്റ്റാൻഡ് സ്റ്റില്ലായി പോയ ദൃശ്യമാധ്യമ രംഗത്തെ ആ വിപ്ലവം വീണ്ടും ഏറ്റെടുത്ത ആളാണ് അനിൽ അയിരൂർ, സുജയ അടക്കമുള്ളവർ. അനിൽ അയിരൂർ ഒരു വിപ്ലവകാരിയാണെന്നുണ്ടെങ്കിൽ വിപ്ലവം ഏകവചനമല്ല ബഹുവചനമാണെന്ന് കാണിച്ചു കൊടുക്കുന്നതിനായിട്ട് നമ്മൾ എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ്. താങ്ക് യു ലക്ഷ്മി. ഇനിയിപ്പോൾ നമുക്ക് പരിചയപ്പെടുത്തേണ്ട മറ്റു കുറച്ച് പേരുകൂടിയുണ്ട്. നമ്മൾ തെലങ്കാനയിൽ നിന്നാണ് കേരളത്തിലേക്ക് ബിഗ് ടി വി കൊണ്ടുവന്നത്. വിളിക്കണ്ടേ അവരെ? തീർച്ചയായിട്ടും. ഓക്കെ, നമുക്ക് ഇനി വിളിക്കേണ്ടത് നമ്മുടെ ബിഗ് ടി വിയുടെ തെലങ്കാന ബിഗ് ടി വി തെലുഗു ടീമിനെയാണ്. തെലുഗുവിൽ നിന്ന് മലയാളത്തിലേക്ക് ചുവടുവെച്ച ബിഗ് ടി വി നെറ്റ്വർക്ക് ഇനി കൂടുതൽ ഭാഷകളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് എന്നൊരു സൂചന നേരത്തെ നമ്മുടെ സിഒ രൂപ ഇന്ദുക്കോറി നൽകിയത് പ്രേക്ഷകരെ ഓർക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് ആ തെലുഗു ബിഗ് ടി വിക്ക് തുടക്കമിട്ട അതിൻ്റെ നട്ടലായിട്ടുള്ള എഡിറ്റോറിയൽ ടീമിനെയാണ് നമ്മൾ ഇനി സ്വാഗതം ചെയ്യാൻ പോകുന്നത്. ഐ വുഡ് ലൈക്ക് ടു introduce Mr. Satish, Managing Editor, Big TV Telugu, and Mr. Ashok, Executive Editor, Big TV Telugu. Welcome, sirs. Hi Satish sir, how do you feel now? We are a big family. Yes, it is really big. I am very happy. It's gonna happen now. Yeah. I am very happy. I am very excited to see this movement from last many months. It is happening right now. I am very happy. I hope that Big TV Malayalam will bring big change in Kerala. Thank you so much sir.
ഇനി എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് അശോകിനെയാണ്. അശോക് എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മുടെ എസ് വിജയകുമാറും ജോഷി കുര്യനും ഒക്കെ എങ്ങനെയാണോ സ്ക്രീനിനെ ത്രസിപ്പിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ അത്രയും പഞ്ചോടെ ഇവിടെ തെലുഗു ബിഗ് ടി വിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും ഒരു അഗ്രസീവ് ആയിട്ടുള്ളൊരു ന്യൂസ് ആങ്കർ ആരാണെന്ന് ചോദിച്ചാൽ അത് അശോകിന്റെ പേരാണ് ഇവിടെ വന്നപ്പോൾ തൊട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ അശോക്, ഹൗ ഡു യു ഫീൽ നൗ വി ആർ ഇൻ എ ബിഗ് ഫാമിലി ആൻഡ് ദ മലയാളം ബിഗ് ടി വി is going to launch soon. So what's your expectations on that? Yeah, all the best to entire crew. Thank you. And then I think Malayalam and Telugu, in my opinion, both are twins, I think. Twins. Both are twins. And then all the people know that Kerala is God's own country. In few months after, I feel that Big TV known as a Malayali's own channel. It's a wonderful team. So ఇంత పెద్ద టీంను మేము ఎక్కడ తెలుగులో కూడా చూడలేదు. బట్ మీరు వండర్స్ క్రియేట్ చేస్తారు ఇన్ ఫ్యూచర్లో కేరళలో. మీరు ఇప్పటికే వైబ్రేషన్స్ వస్తున్నాయి కేరళలో. ఎంటైర్ కేరళ మీ ఛానల్ ఇంకా రాకముందే, మన ఛానల్ లోగో రిలీజ్ కాకముందే వైబ్రేషన్ క్రియేట్ చేస్తుంది, సెన్సేషన్ క్రియేట్ చేస్తుంది. ఇన్ ఫ్యూచర్ విత్ ఇన్ ఫ్యూ మంత్స్, విత్ ఇన్ 3-4 months ఖచ్చితంగా ఇది నంబర్ 1 ఛాനల్ అవుతుంది. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ നമുക്ക് പറഞ്ഞതുപോലെ നമ്മൾ ആ രീതിയിലൊരു വളർച്ചയിലേക്ക് പോകുമെന്നൊക്കെ അവർക്ക് തോന്നി. നമ്മുടെ കുടുംബത്തിൽ തന്നെ അത് കേൾക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ആ സന്തോഷത്തിൽ നിന്ന് നമുക്കിനി പോകേണ്ടത് എങ്ങോട്ടാണെന്ന് അറിയാമോ? എങ്ങോട്ടാണ് നമുക്ക് നമ്മുടെ ആ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റിലേക്ക്. എന്തുകൊണ്ടാണ് അനിൽ അയ്യൂർ സാറുടെയും വിജയ് സാറിനെയും നമ്മൾ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് അവരെ നമ്മളൊരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യത്തിനുള്ള സമയമായിരിക്കുകയാണ്. നമ്മളിനി കടക്കുന്നത് ബിഗ് ടി വി. അത് നമ്മൾ ലോകമെമ്പാടുമുള്ള മലയാളികൾക്കായി സമർപ്പിക്കുകയാണ്. ഇനി ഇത് നമ്മുടെ നിമിഷമാണ്. Big TV, without fear or favor. അങ്ങനെ നമ്മളെല്ലാവരും സന്തോഷത്തോടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തുകയാണ്. നമ്മുടെ വിജയ് സാറും അനിൽ സാറും നമ്മുടെ ബിഗ് ടി വിയുടെ ലോഗോ അത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ജോഷി, ഹാപ്പി അല്ലേ? തീർച്ചയായും. നമ്മുടെ ഡെസ്കിലുള്ള നമ്മുടെ സഹപ്രവർത്തകരുടെയൊക്കെ സന്തോഷം കണ്ടോ? ആ ബെന്നിലൊക്കെ കിടന്ന് തുള്ളിച്ചാടുകയാണോ? അതെ 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 അതെ. ബിന്നില് മാത്രമല്ല, ബാക്കി നമ്മുടെ ആര്യായാലും ലക്ഷ്മി പത്രയ്ക്ക് അവിടെ ഒന്ന് പോണോന്നുണ്ടായിരുന്നല്ലേ? അവിടെ നിന്നാ കൊള്ളായിരുന്നു. അതിന്റെ വൈബ് വേറൊരു വൈബാണ്. ദിവസമായി നമ്മൾ കാത്തിരിക്കുന്ന നിമിഷമായത്. അതെ അതെ. കുറുപ്പേ, എന്ത് തോന്നുന്നു? അതെ, ഒരു ക്ഷീണമില്ലാണ്ട് ആ ടീമിന്റെ എനർജി, ആ എനർജിയാണ് നമ്മുടെ സ്പിരിറ്റ്. വേണിച്ചേട്ടാ, ഇതിനൊപ്പം പിടിക്കണ്ടേ? തീർച്ചയായിട്ടും. വേണിച്ചേട്ടൻ ഇതിങ്ങനെ കണ്ടിട്ട് ഇതെന്താണ്, ഇത് എവിടുന്നാണ് ഇവരുടെ എനർജി വരുന്നതെന്ന് കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന പോലെ തോന്നിയായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. വിജയേട്ടാ, ഹാപ്പി അല്ലേ? ഇതാണ് നമ്മുടെ എനർജി. അതെ, ടീമിന്റെ മുഴുവൻ എനർജിയാണ് നമ്മളിപ്പോ കണ്ടത്. നമ്മുടെ കരുത്ത് എന്ന് പറയുന്നത് ഈ ഒരു ബിഗ് ടീമാണ്. അപ്പോൾ ഈ ബിഗ് ടീമിനെ നയിക്കുന്ന ആളുകളെ അവിടെ നിന്ന് ലോഗോയൊക്കെ പ്രേക്ഷകർക്ക് സമർപ്പിച്ച് അവരിതാ എത്താൻ പോവുകയാണ്. നമുക്ക് വിജയ് സാറിനെയും അനിൽ സാറിനെയും വെൽക്കം ചെയ്യാം. സ്വാഗതം. എനിക്ക് വിജയ് സാറിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്, എന്നിട്ട് ഞാൻ അനിൽ സാറിലേക്ക് വരാം. വിജയ് സാർ, വൈൽ രൂപ ആൻഡ് വി were talking earlier, I had a doubt. Why did you choose Malayalam as the second news channel option or Kerala? We always want to expand to South India. Yeah. When we thought about South India, the first choice is Kerala.
Okay. Few reasons. Any particular? Yeah, few reasons at least. The Kerala media landscape is very distinctive. There is a lot of cultural synchronization between two states, and also Malayalam people are more politically awareness. They have more political awareness, and also there is a high news consumption in Kerala. So apart from this, the team is. So you studied the market very well. Yeah, obviously we have to do more research while we enter into the news media is the toughest industry. Okay. Apart from that, the team is extraordinary team under the leadership of Anil Airur sir, and I also wish all the best for everyone. Thank you, sir. Anil sir, 10 ന്യൂസ് ചാനലുകൾ ഉള്ളപ്പോഴേക്കും ഒരു ന്യൂസ് ചാനൽ കൂടി വേണം. ഞാൻ നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോഴത്തേക്കും ഇനിഷ് എന്നുള്ളത് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ആ ഒരു കാര്യത്തിൽ എങ്ങനെയായിരിക്കും അനിൽ അയ്യൂരിൻ്റെ ന്യൂസ് ചാനൽ? പലപ്പോഴും ഈ ഓട്ടത്തിനിടയിൽ അങ്ങ് നേരത്തെയും പല ന്യൂസ് ചാനലുകളിലും ജോലി ചെയ്തിട്ടുണ്ട്. അതായത് ന്യൂസ് ചാനലുകളുടെ ഒരു കൃത്യമായിട്ട് അതിനെ രൂപപ്പെടുത്തിയെടുക്കുന്ന അതിൻ്റെ ഒരു ശൈശവദശ മുതൽ എല്ലാ കാര്യങ്ങളും അവർ പിറവിയെടുക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളിലും അതിപ്പോൾ മീഡിയ സൊല്യൂഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സെയിൽസ് ആയിക്കോട്ടെ, കണ്ടന്റ് ആയിക്കോട്ടെ, സ്ക്രീൻ ലേഔട്ട്സ് ആയിക്കോട്ടെ, ആ സ്ക്രീൻ മാജിക്, അങ്ങനെ എല്ലാത്തിലുമുള്ള അനിൽ അയ്യൂർ മാജിക് കണ്ടിട്ട് അതിൽ ഒരു ആകൃഷ്ടരായി വന്ന ഒരു കൂട്ടം മാധ്യമപ്രവർത്തകർ അങ്ങയുടെ ഈ പുതിയ സംഘത്തിലുമുണ്ട്, ബിഗ് ടി വിയുടെ ടീമിലുമുണ്ട്. ഈ 10 ന്യൂസ് ചാനലുകൾക്കപ്പുറം മറ്റൊരു ന്യൂസ് ചാനൽ കേരളത്തിലേക്ക്, മലയാളിക്ക് മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ് ശരിക്കും മനസ്സിൽ, എന്താണ് ഉദ്ദേശ്യം? മലയാളിക്ക് ഒരു ന്യൂസ് ചാനൽ മതി. പക്ഷേ ന്യൂസ് ചാനൽ നടത്തുന്ന ചില സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള നാടുകളിലൊക്കെ കണ്ടിട്ടുള്ളത് ന്യൂസ് ചാനൽ ഒരു പവർ സെൻ്ററായിട്ട് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ചില പൊളിറ്റിക്കൽ ഗെയിൻ, അല്ലെങ്കിൽ പ്രത്യേക അജണ്ടകൾ, റിലീജിയസ് അജണ്ടകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അജണ്ട അതിന് ബാക്കിയുണ്ട്. ഇതില്ല, ആ അജണ്ട ഇല്ലാണ്ട് നമുക്ക് ജേർണലിസം ഫ്രീഡത്തോട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, അവർക്ക് കിട്ടുവാണെങ്കിൽ. ശരിക്കുള്ള സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം. അതെ, എല്ലാവരും പറയാറുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി അതെല്ലാം പറഞ്ഞ അവസാനം വരുമ്പോൾ അത് സംഭവിക്കാറില്ല. അപ്പോൾ ഇത് എൻ്റെ ഇത്രയും കാലത്തെ ഒരു യാത്രക്കിടയിൽ ഞാൻ എപ്പോഴും കണ്ടത് എല്ലാവരും അതിനെ അറ്റംപ്റ്റ് ചെയ്യേണ്ട എവിടെയെങ്കിലും ഫെയിലർ ആവുമായിരുന്നു. അപ്പോൾ ആ ഫെയിലർ ഇവിടെ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി നാം ശ്രമിച്ചു. അപ്പോൾ അതിനെ പറ്റിയ ഇതൊരു ഫ്രീ ഫ്ലോ ആയിരിക്കും. ഈ ഫ്ലോ വിജയ് സാറിനെ മീറ്റ് ചെയ്തു. വിജയ് സാർ ഇസ് എ വെരി ബ്രോഡ് മൈൻഡ് ആയിട്ടുള്ള ആളായിരുന്നു. ആൾക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ഒരു നാരോ മൈൻഡൻസിൽ ചിന്തിക്കുന്ന ആളല്ലായിരുന്നു. സോ എനിക്ക് ഫീൽ ചെയ്തത് എനിക്കൊപ്പം യാത്ര ചെയ്യാൻ പറ്റിയ ഒരാളെന്നുള്ള നിലയിലാണ്. സോ അതങ്ങനെ സെറ്റായി. അങ്ങനെ ഫുൾ ഫ്രീഡം തന്നു. അങ്ങനെ നമ്മൾ ഈ ബിഗ് ടി വി മലയാളം നമ്മളിവിടെ സെറ്റ് ചെയ്തെടുത്തു ആ ഫ്രീഡത്തോടു കൂടി. അപ്പോൾ ആക്ച്വലി ഐ ഷുഡ് താങ്ക് വിജയ് സാർ ഫോർ ദാറ്റ്, ഗിവിംഗ് ദാറ്റ് 100% freedom to make 100% freedom to implement that journalism in pure spirit. That is without fear and favor. So അത് നമ്മളോട് ഒപ്പമുള്ള ജേർണലിസ്റ്റോടൊപ്പം നമ്മളത് വളരെ നന്നായിട്ട് ആ ഫ്രീഡം ഉപയോഗിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാണ് ഞങ്ങളുടെ ടീം, ഞങ്ങളുടെ ബിഗ് ടീം. ഈ ടീമാണ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വാർത്തകളുമായിട്ടൊക്കെ എത്താൻ പോകുന്നത്. അപ്പോൾ അൽ സാർ, നമുക്ക് ഇവരെ കുറേ നേരമായിട്ട് ഇങ്ങനെ ഞാൻ കൂടെ നിർത്തിയിരിക്കുകയാണ്. Actually thank Ruba also. Okay. She took a lot of effort, sacrifice in implementing this in a very short time. I described her as the backbone. Yeah, the backbone, and because in less than 3 months it is coming, dream coming in reality. Yes. So a lot of effort she also took, and the entire team in the Telugu team, the technical, the administration, the content team, everything, they cooperated. So that's a wonderful journey. Yeah, they postponed their relaunch for our launch. Yeah, that's correct. Yeah. So that's a wonderful team. I say there's a big family now. Yeah. So Rupa, anything to add? So, Sujay, I forgot to mention something earlier. So, when I discuss with Vijay sir and Anil sir, so the way we see media, it's totally changed once we met Anil sir, Anil Airur sir, basically. So, we always discuss that Vijay sir and Anil sir is the best and dynamic combination. I think that will, as sir said, that will change the landscape of Indian media itself, I believe. So, the perfect decision-making ability of Vijay sir and the groundbreaking decision implementations of Anil sir will make Big TV as a biggest network in India itself. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബിഗ് ടീം, ബിഗ് ഫാമിലിയിൽ ഇനിയും കുറേ പേരെ നമുക്ക് പരിചയപ്പെടുത്താനായിട്ടുണ്ട്. നമ്മുടെ സ്ക്രീനിന് മുന്നിലും പിന്നിലും ഒക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സൂത്രധാരന്മാരായ ആളുകളാണ് ഇനി പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരുന്നത്. താങ്ക് യു രൂപ, താങ്ക് യു എഡിറ്റോറിയൽ ബോർഡ് മെമ്പേഴ്സ്. യു മേ പ്ലീസ്.
TV without fear or favor. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ എഡിറ്റോറിയൽ ടീമിനെ കണ്ടു, അതുപോലെ തന്നെ നമ്മുടെ നട്ടലായ രൂപയെ കണ്ടു. ഇനി അനിൽ സാറിനും അതുപോലെ തന്നെ വിജയ് സാറിനും ഒപ്പം തന്നെ നമ്മുടെ ബിഗ് ടി വി മലയാളം യാഥാർത്ഥ്യമാക്കുന്നതിനായിട്ട് അതിനൊപ്പം നിന്ന മറ്റൊരാളെ കൂടി നമ്മൾ പരിചയപ്പെടുത്തണം. ആൾ മലയാളിയല്ല, പക്ഷേ കേരളത്തെയും അതുപോലെ തന്നെ മലയാള ഭാഷയും ഒക്കെ നമ്മളെക്കാൾ അടുത്തറിഞ്ഞ് അനിൽ സാറിൻ്റെ ഒരു യാത്രയിൽ ഒപ്പം ഒരു 15 വർഷത്തിലധികം കാലമായി കൂടെയുള്ള ഒരാളാണ് ജിഗ്നേഷ് റാണ. ജിഗ്നേഷ് റാണ ഞങ്ങളുടെ കോ ഫൗണ്ടർ, ഒപ്പം തന്നെ ബിഗ് ടി വി മലയാളത്തിൻ്റെ ഡയറക്ടറാണ്. Time7 എന്ന നെറ്റ്വർക്കിൻ്റെ ഗ്രൂപ്പ് CEO ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 പതിറ്റാണ്ടിലധികം നീണ്ട മീഡിയ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസുമായിട്ടാണ് ജിഗ്നേഷ് റാണ ബിഗ് ടി വി മലയാളത്തിന് ഒപ്പം ഇവർക്കൊപ്പം ചേരുന്നത്. അതായത് കേരളത്തിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് അറിയാവുന്ന ഒരു നോൺ മലയാളി എന്തിനാണ് ബിഗ് ടി വിയുടെ ഭാഗമായത്, അത് നമുക്ക് ചോദിച്ചറിയണ്ടേ. ലെറ്റ്സ് വെൽക്കം ജിഗ്നേഷ് റാണ. So Jignesh ji, I was telling you have a vast experience in the media and sales area, and you spent more than 15 years in Kerala itself. You know the market, everything. Right. Now you are part of a Malayalam news channel. That's True. Not your native language. Right. Why Malayalam? Okay. Before that, congratulations. Thank you to everyone. Congratulations to Big TV family, and most important, congratulations to Sujaya Parvati, and this is the first a female chief editor we are bringing in our network. So this itself is a proud moment for all the Keralites and all the Malayalis across. I think in India it is the first time that a news channel having a chief editor from Thank you so much, and I should thank all the three here because you took the decision. Absolutely. What do you think about Big TV? What are the chances? See, madam, when we speak about Big TV or a new network coming into market in this scenario, so if you study South market, South market still has a lot of potential, okay, and if you study Kerala, okay, then you have networks which are having 100 years of legacy. Okay, there are certain networks which are new, but the board is probably they are almost around 30 years old or 40 years old. So in such a scenario, we coming as a group, where our average age might be below 40. Correct. Okay, so we as a network can give solutions to the millennials, to the Y2K kids, and the current Gen Z people. So there are still very new age media personalities which are growing up, and we can be a solution provider for them because our thought process, our culture, that generation gap is there, so we can easily connect with those people. I'll just give you one more example. Anil sir is he is a mentor for Kerala startup missions, and sir, there are almost around 850 to 900 startup which have been registered in Kerala. So for people like us, it becomes very easy. We can connect to them. We can we can bring their thought process into our content, and we can reach out to the masses in that in a similar thought process way. Okay, so that's very nice of you, Jignesh. Thank you so much for being part of this big network, and I request Anil sir and Vijay sir to stay back, and thank you so much. Thanks a lot, man. Big TV without fear or favor. അപ്പോൾ നമ്മൾ ജിഗ്നേഷ് റാണയെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടേക്ക് വിളിക്കാനുള്ളത് നമ്മുടെ ഈ യാത്രയിൽ ന്യൂസ് ചാനൽ മേഖലയിൽ നമ്മൾ അധികം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാൾ ഈ നെറ്റ്വർക്കിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളത് അത് സോഷ്യൽ മീഡിയയിലും എല്ലാം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒന്നിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മളുടെ നെറ്റ്വർക്കിൽ തന്നെ ഫസ്റ്റ് 1 മില്യൺ അടിച്ച വീഡിയോ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റാരുമല്ല കേട്ടോ, നമ്മുടെ പ്രിയപ്പെട്ട അനൂപ് ജോൺ ആണ്. അണിയറയിൽ നിന്നുകൊണ്ട് തന്നെ ശരിക്കും സ്ക്രീനിൽ വരുന്നവരെക്കാൾ കൂടുതൽ ഒരു പോപ്പുലാരിറ്റി ഇതിനകം തന്നെ മലയാളികൾക്കിടയിൽ നേടിയെടുത്ത അനൂപ് ജോണിനെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ശരിക്കും അനിൽ സാറും അനൂപ് ജോണും തമ്മിലുള്ള ഒരു പ്രൊഫഷണൽ സൗഹൃദം, അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ളൊരു സൗഹൃദം, ആ പ്രൊഫഷണലിസത്തിലൂടെ തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് എപ്പോഴും ഒരു വിളിക്കപ്പുറത്ത് നിൽക്കുന്ന ഒരു കൗണ്ടർ പാർട്ടായിട്ട് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരാളാണ് അനൂപ് ജോൺ. ശരിക്കും എത്ര കാലമായി നിങ്ങൾ ഒന്നിച്ചുള്ള ഈ ഒരു പ്രൊഫഷണൽ യാത്ര തുടങ്ങിയിട്ട്? എനിക്കൊന്നും ഒരു 12-14 വർഷത്തോളം മുകളായിട്ടുണ്ട്. 14 മുകളായിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അനൂപ് ഒരു കാര്യം എന്ത് ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് വേവ് ലൈനുണ്ട്. സോ നമ്മളൊരു നെക്സ്റ്റ് പ്രൊജക്റ്റിലേക്ക് പോകുമ്പോൾ എളുപ്പമാണ് നമുക്കൊന്നിച്ച് വർക്ക് ചെയ്യാൻ.
അതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആ യാത്രയിൽ ഇത്തവണ ബിഗ് ടി വി എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനലിന്റെ ഭാഗമായി ചീഫ് കണ്ടന്റ് ഓഫീസറായിട്ടാണ് അനൂപ് ജോൺ നമുക്കൊപ്പം എത്തുന്നത്. അനൂപ് ജോണിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പേരുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ ഇന്നോവേഷൻസ് കൊണ്ടുവരിക, അതിനെയൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവരിക, അതിന് പിന്നിലൊക്കെയുള്ള ഒരു മാസ്റ്റർ ബ്രെയിൻ ആരുടേതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ഗോപൻ ജിയുടേതാണ് എന്നുള്ളത്. പ്രോമാക്സ് അവാർഡുകൾ ഇത്രയധികം വാരിക്കൂട്ടിയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഇന്നിപ്പോൾ വെൽ നോൺ ആണ്. ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരാൻ പലപ്പോഴും മടിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിടിച്ചു വലിച്ചൊക്കെ കൊണ്ടുവരേണ്ടി വരും. ഞാൻ ആദ്യം ഒന്ന് വിളിച്ചു നോക്കാം. നമുക്ക് ഒന്നിച്ച് സ്വാഗതം ചെയ്യാം അനൂപ് ജോൺ ആൻഡ് ഗോപൻ. ബിഗ് ടി വി ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? എല്ലാവരും അനിൽ അയിരൂർ എന്നുള്ള ഒരു ഉത്തരം പറഞ്ഞു. പക്ഷേ എൻ്റർടൈൻമെൻറ്റ് സ്ഥിരമായിട്ട് ആ മേഖലയിൽ ഒരു മുടിചൂടാമനായി നിൽക്കുന്ന ഒരാൾ ന്യൂസ് ചാനലിലേക്ക് വരണമെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ. റീസണാണ് ഈ നിൽക്കുന്ന ആള്. വെരി താങ്ക് യു. ഇങ്ങനൊരു വേദിയിൽ ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ അനിൽ സാറിനോടാണ് ആദ്യം താങ്ക് യു പറയണത്. ഞങ്ങൾ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം എടുത്ത ഒരു എഫേർട്ട്, അതാണ് എനിക്ക് എടുത്തു പറയേണ്ട കാര്യം. ഞങ്ങളെപ്പോഴും ക്യാമറയുടെ ബാക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സാർ എപ്പോഴും പറയും നിങ്ങൾ മുന്നിലോട്ട് കയറി വരണം, എന്നാലേ ജനങ്ങൾ അറിയൂ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഫ്രണ്ടിൽ കയറി വന്നപ്പോഴാണ് അതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലായത്. അല്ല, അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ചീഫ് കണ്ടന്റ് ഓഫീസർ എന്ന നിലയിൽ വരുമ്പോൾ എന്താണ് ബിഗ് ടി വിയിലൂടെ അനൂപ് ജോൺ അടുത്തതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എനിക്കടക്കം മെച്ചപ്പെടണമെന്നുണ്ട്, സാധ്യതയുണ്ടോ? ഉണ്ട്. അനിൽ സാറ് എന്നെ ഈ സ്ഥാപനത്തിലേക്ക് വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമാണ്, കുറേ കാലങ്ങൾ കൊണ്ട് മനസ്സിൽ നടക്കുന്ന ഒരു സ്വപ്നം. അതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ എന്നെ വളരെ സന്തോഷമുണ്ട്. രണ്ടാമത്തെ കാര്യം, കേവലം ഒരു ന്യൂസ് ചാനൽ മാത്രമല്ല, ഇതിനകത്ത് എന്തെങ്കിലും ഔട്ട് ഓഫ് ദ ബോക്സ് എന്തെങ്കിലും ചെയ്യണം, സർപ്രൈസ് ഉണ്ടാവും. ഉണ്ട്. ആ ഒരു അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് എന്നെ ഇങ്ങോട്ട് ചൂസ് ചെയ്യാനുള്ള കാരണം എന്നാണ് എനിക്ക് മനസ്സിലായത്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. അത് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ബിഗ് ടി വിയിൽ കാണാൻ പറ്റും. അതെ, അപ്പോൾ പ്രേക്ഷകർ കാത്തിരിക്കുക. നിങ്ങൾക്ക് മിസ്സാവാത്ത കുറേ സാധനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുതാത്ത കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് അടുത്ത ആളിലേക്ക് പോയാലോ? അതെ, ക്യാമറയ്ക്ക് മുന്നിൽ വരാനായിട്ട് എപ്പം ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അയ്യോ ഞാനില്ല കേട്ടോ എന്ന് പറഞ്ഞു പോകുന്ന ഒരു ഗോപൻ ജിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ അത്രയും സൂപ്പർ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഒരു ടീമിനെ എങ്ങനെ കൊണ്ടുപോകണം, എപ്പോഴും ആ ക്രെഡിറ്റ് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും പലരിലും നമ്മൾ കാണാത്ത ഒരു കാര്യമാണ്. വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് നിന്നുകൊണ്ട് ഞാൻ ശരിക്കും എനിക്ക് തോന്നിയ കാര്യമാണ്. അപ്പോൾ ആളുകളെ എങ്ങനെ കൊണ്ടു നടക്കണം, ഒരു ടീമിനെ എങ്ങനെ കൊണ്ടുപോകണം, ഒരു ടീമിന് മുഴുവനായിട്ട് ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് വിട്ടുകൊടുക്കുക. എപ്പോഴും ഞാനൊരു ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ച നേരത്തെ ന്യൂസ് ചാനലിൽ ഒരു നല്ല കാര്യം വന്നപ്പോഴേക്കും ഞാൻ ഗോപൻ എന്ന് എടുത്തു പറഞ്ഞു. അപ്പോൾ അതെൻ്റെ ടീമാണ്, അങ്ങനെ ടീമിൻ്റെ പേരുകൂടി പറയണമെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരുടെ പേര് കൂടി എനിക്ക് എഴുതി തന്ന ഒരു ഗോപനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗോപൻ ഇവിടെ വരുന്നത് ചീഫ് ഇന്നോവേഷൻ ഓഫീസറായിട്ടാണ്. അപ്പോൾ ബിഗ് ടി വിയിൽ എന്തായിരിക്കും ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത്? ഇതുവരെയുള്ള ന്യൂസ് ചാനലുകളുടെ ഒരു വാർപ്പ് മാതൃകകൾക്കപ്പുറം എന്താണ് നമ്മൾ എല്ലാവരും ചേർന്ന് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പോകുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു അനിൽ സാർ, താങ്ക് യു വിജയ് സാർ, താങ്ക് യു സുജയ. ശരിക്കും നമ്മൾ ഒരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. വളരെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള നല്ല പ്രൊഫഷണൽസിനെ വേണം നമുക്ക് ചൂസ് ചെയ്യാൻ. അത് ആക്ച്വലി നമുക്ക് നന്നായിട്ടുള്ള രീതിയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ബിഗ് ടി വിയിൽ. നമ്മൾ ഇതിനു മുമ്പ് നിന്നിരുന്ന ചാനലിൽ നിന്നാണെങ്കിൽ പോലും നല്ല ടീമിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ അതിലും വലിയ ടീമിനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതെന്തായാലും വളരെ സക്സസ്ഫുള്ളായിട്ട് പോകുന്ന ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഇനിയും അതങ്ങനെ തന്നെ ആയിരിക്കും. ശരിക്കും ഒരു കാർഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഗ്രാഫിക്സ് അല്ലെങ്കിൽ സ്ക്രീൻ മാജിക് എന്ന് പറയുന്ന അനിൽ സാറിൻ്റെ ഒരു വിഷൻ ഉണ്ടല്ലോ. അത് അനിൽ സാർ പ്രവർത്തിച്ച അല്ലെങ്കിൽ അനിൽ സാർ രൂപകൽപ്പന ചെയ്ത എല്ലാ ചാനലുകളിലും ആ ഒരു സ്ക്രീനിൻ്റെ ഒരു സ്കിൻ അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ ചാനലിൻ്റെ സ്കിൻ, ആ സ്കിന്നിന് പിന്നിൽ യഥാർത്ഥത്തിൽ ആരാണെന്ന് വെളിപ്പെടുത്താൻ സമയമായോ? അതിന് ഏറ്റവും കൂടുതൽ സാറിൻ്റെ കൂടെ ചലിക്കുന്നയാൾ ഗോപൻ്റെ സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കുറച്ച് സ്ക്രീനിൽ എന്തെങ്കിലും കാണിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറേ വിഷ്വൽ മാജിക് കാണിക്കുകയോ അല്ല, അതിന് ബാക്കിലൊരു മീനിങ് ഉണ്ടാവും, അതിനൊരു അർത്ഥം ഉണ്ടാവും. അവിടെ നിന്നായിരിക്കും അത് തുടങ്ങുക. പക്ഷെ അത് വളരെ വളരെ മനോഹരമായി നല്ല മീനിങ് ഫുള്ളായിട്ട് അത് നമ്മളെ കാണിച്ചു തന്ന് നമ്മളെപ്പോലും പലപ്പോഴും ചിന്തിപ്പിക്കുന്ന രീതിയിൽ അത് മാറ്റിമറിക്കുക. അത് തന്നെ ഞാൻ പറഞ്ഞത്, ഒരു 13ഓളം പ്രോമാക്സ് അവാർഡുകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാ വർഷവും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞത് ആ തോട്ട് പ്രോസസ് അത്രയും ബാക്കിലുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും ഗോപൻ അത്രയും ഫിലോസഫിക്കലി ചിന്തിക്കുന്നുണ്ടായിരിക്കും പറ്റുന്നത്. അപ്പോൾ അതൊരു സ്ട്രെങ്താണ്. അപ്പോൾ കുറച്ച് ചമയങ്ങളുടെ ഒരു വലിപ്പമല്ല, അതൊരു ബാക്കിലൊരു കണ്ടൻ്റ് ഉണ്ട്, അതിൻ്റെ ബാക്കിലൊരു അർത്ഥമുണ്ട്.
ആ അർത്ഥത്തിൽ കൂടിയാണ് ഒരു ക്രിയേറ്റീവ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഗോവനിൽ കണ്ട ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ക്രീനിലും എല്ലാത്തിനകത്തും ആ ഒരു ചലനമുണ്ട്. അത് നമ്മൾ നേരത്തെ ഉണ്ടായിട്ട് ഇനിയും ഉണ്ടാവുന്നത്, അത് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഗവൺമെൻറ് ഒരു പ്രത്യേകത, ടീമിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നു. അത് മാത്രമല്ല, ശരിക്കും നമ്മളൊരു ഐഡിയ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് ഷെയർ ചെയ്യും. നമുക്ക് ഒരു പെട്ടെന്നൊരു ദിവസം നമ്മളിങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമായിരിക്കില്ല ഐഡിയ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും, ചിലപ്പോൾ ഒരു ഫോൺ കോളിൻ്റെ ഇടയിലായിരിക്കും. ഇപ്പോൾ സാറുമായിട്ടൊക്കെ ഉള്ള കോൺവെർസേഷൻസിനകത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഐഡിയകൾ ഡെവലപ്പ് ചെയ്ത് ഒരുപാട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന് തന്നെ പ്രോമാക്സ് ഏഷ്യ അവാർഡ്സ് വരെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതൊരു കോമ്പിനേഷനാണ്, അതൊരു മാജിക്കൽ കോമ്പിനേഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും ഈ ഒരു ട്രയോ, വിജയ് സാർ, ഈ ഒരു ട്രയോടെ അവർ ക്രിയേറ്റ് ചെയ്യുന്ന വണ്ടേഴ്സ് എന്തായിരിക്കും എന്നുള്ളത്. കാരണം ലാസ്റ്റ് ഞങ്ങൾ 3 പേരും കൂടി ഒന്നിച്ച് ജോലി ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ 4 പേരും കൂടി ഫസ്റ്റ് ടൈം ആണ് ഒന്നിച്ച് ജോലി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ സർപ്രൈസിനായിട്ട് പ്രേക്ഷകർക്ക് കാത്തിരിക്കാം അല്ലേ? അല്ലേ? അപ്പോൾ അതൊരു ബിഗ് സർപ്രൈസ് ആയിരിക്കും, അതിൽ നോ ഡൗട്ട് ഓൺ ദാറ്റ്. അപ്പോൾ യെസ്, എൻ്റെ ഒരു 15-16 കൊല്ലത്തെ മീഡിയ എക്സ്പീരിയൻസിൽ ഞങ്ങൾ 1-2-3 ചാനലുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ചാനൽ ലോഞ്ച് ചെയ്യുമ്പോൾ എനിക്കതിൻ്റെ ഫസ്റ്റ് ലോഞ്ചിൽ തന്നെ പങ്കെടുക്കാൻ പറ്റുന്നത്. കാര്യം ഈ സമയത്തൊക്കെ പല ചാനൽ ലോഞ്ച് ചെയ്ത സമയത്ത് ഞങ്ങൾ ബാക്ക് സ്റ്റേജിൽ നിന്ന് അത് ആസ്വദിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾക്കതൊരു ഫ്രണ്ട് സ്റ്റേജിൽ വന്ന് ആൾക്കാരോടത് തുറന്നു പറയാനുള്ളൊരു വേദി കിട്ടുന്നത്. Big TV, without fear or favor. സുജയ, നമ്മൾ ഹൈദരാബാദിൽ എത്തിയിട്ട് കുറച്ച് ദിവസമായി, ഇവിടെ പണി തുടങ്ങിയിട്ടും കുറച്ച് ദിവസമായി. നമ്മുടെ ടീമിനെ നമ്മൾ ഇതുവരെ പരിചയപ്പെടുത്തിയില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളിലേക്ക് ഞങ്ങൾ ബിഗ് ടീമിനെ പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് അപ്പോൾ നമ്മുടെ ബിഗ് ടീം. ഒരു നല്ലൊരു CS കൊടുത്ത് ഒരു ഓളം ഉണ്ടാകട്ടെ. അപ്പോൾ സുജയ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാണ് ബിഗ് ടിവിയുടെ ബിഗ് ടീം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാവരും ഉണ്ട്. പക്ഷെ കുറച്ച് ആളുകൾ കൊച്ചിയിലുണ്ട്. പക്ഷെ നമ്മളിവിടെ ഹൈദരാബാദിൽ ഇതിൻ്റെ ആദ്യത്തെ ലോഞ്ചിനും ഓപ്പറേഷനുമായി കുറച്ച് ആളുകൾ എത്തിയിരിക്കുന്നു. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് ഉണ്ട്. എല്ലാവരെയും നമുക്ക് പരിചയപ്പെടാം. അതിനു മുൻപ് ആദ്യം നമുക്ക് ഈ ബിഗ് ടീമിൽ നമ്മുടെ ഡെസ്കിൻ്റെ ഭാഗമായിട്ടുള്ള ന്യൂ കമേഴ്സ്, ഏറ്റവും പുതിയ ആളുകൾ, അവരാണ് ഏറ്റവും വൈബ്രൻ്റായി ബിഗ് ടീമിനെ, ബിഗ് ടിവിയെ നയിക്കുന്നത്. യെസ്, അനാമിക, ശ്രീനിധി, വരൂ, കമോൺ. അവിടെ നിന്നാൽ മതി. എങ്ങനെയുണ്ട് ഈ ടീമിൻ്റെ കൂടെ നമ്മൾ കുറേ ദിവസമായി ട്രയൽ പോകുന്നു? അനാമിക്ക് എന്താ തോന്നിയത്? ഭയങ്കര എനർജറ്റിക് ആണ് എല്ലാവരും. ഞാൻ ന്യൂസ് ഫീൽഡിൽ ഫസ്റ്റ് ടൈമാണ്, പക്ഷെ എനിക്ക് അതിനൊരു തോന്നൽ വന്നിട്ടില്ല. ഇപ്പം എന്നെ ഒരു ജൂനിയറായിട്ട് ആരും കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ ഒരുപാട് ഇപ്പം എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുമെന്ന് എനിക്ക് എല്ലാവരും പറഞ്ഞു തരുന്നുണ്ട് ഭയങ്കരമായിട്ട്. എന്താ തോന്നുന്നത്? എല്ലാവരും നല്ല കോപ്പറേറ്റീവ് ആണ്. ലൈക്ക് ഞാനിതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, അനാമിക പറഞ്ഞ മാതിരി തന്നെ. സോ എപ്പോൾ എന്തൊരു മിസ്റ്റേക്കും ഡൗട്ട് വന്നാലും ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും 24/7 എല്ലാവരും ഉണ്ട് കൂടെ. നല്ലൊരു കോ വർക്കിങ്ങിലാണ് എല്ലാവരും പോകുന്നത്. ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ശ്രീനിധി എവിടെയാണ് കാണുന്നത് ന്യൂസ് ഫീൽഡിൽ? 10 വർഷം കഴിഞ്ഞിട്ട് ഞാനൊരു ഇന്റർനാഷണൽ ഡെസ്കിലാണ് എന്നെ കാണുന്നത്. വെരി ഗുഡ്. അതാണ് ബിഗ് ടിവി നൽകുന്ന കോൺഫിഡൻസ്. നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു മുഖമുണ്ട്, പരിചിതമായിട്ടുള്ള മുഖം. പക്ഷേ ന്യൂസ് ഡെസ്കിൽ, ന്യൂസ് ഫ്ലോറിൽ പുതുതായിരിക്കും. അത് രേണു ജോസഫാണ്. രേണു ജോസഫ്, എങ്ങനെയുണ്ട് ഒരു ന്യൂസ് അനുഭവം? ന്യൂസിൽ ഫസ്റ്റ് ടൈമാണ്. ഡിഫറെൻ്റ് ആണ്. മറ്റേ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്പോർട്സ് ആണെങ്കിലും ഓൾറെഡി റിട്ടൺ റൂൾസ് ഉണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ച് പോകുന്ന ഗെയിംസാണ്, പഠിച്ചിട്ട് പോവാം. എന്ന് പറയുമ്പോൾ എവറി സെക്കൻഡ് പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. RJയിൽ നിന്ന് വീണ്ടും ഞാൻ ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോൾ എന്തായാലും എൻ്റെ ഒരു എനർജി എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്യണം, കുറച്ചധികം ചരിത്രങ്ങൾ തിരുത്തി കുറിക്കാനുണ്ട് എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാനും എത്തിയിരിക്കുന്നത്. ഒട്ടും കുറച്ചിട്ടില്ല. എങ്ങനെയുണ്ട് ഹൈദരാബാദും ഫുഡൊക്കെ? ഹൈദരാബാദ് നല്ലതാണ്, പക്ഷേ എനിക്ക് തോന്നുന്നു ഡെസ്ക് കുറച്ചുകൂടെ നമ്മൾ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള ഡെസ്ക് പോലെയല്ല, കുറച്ചുകൂടെ ഓണാണ്. ഇല്ല, റിയലി. അപ്പോൾ അതിൻ്റെ ഒരു ആവേശമുണ്ട്. ഇതുവരെ ഉഴപ്പി നടന്നു, ഇനി അത് പറ്റില്ല. നന്നായി പണിയെടുക്കണം. അപ്പം അനിൽ അരൂരും സുജയ പാർവതിയും നേതൃത്വം നൽകുന്ന ഈ ടീം എന്തായാലും നന്നായി ആളുകളെ പണിയെടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഭയങ്കര കോവർക്കിംഗ് ആയിട്ട് ഭയങ്കര കോഡിയലായിട്ടുള്ള ഒരു ജോബിയൽ അറ്റ്മോസ്ഫിയറിലാണ് വർക്ക് ചെയ്ത് പോകുന്നത്. രസമായിട്ട് പോകുന്നു. ബിഗ് അനുഭവം എന്താണ്? അടിപൊളിയായിട്ട് പോകുന്നു. ബിഗ് ടെക്നോളജി, ബിഗ് കണ്ടന്റ് ടീം, ബിഗ് ടിവി. പുതിയ കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ തന്നെ പുതിയ അനുഭവങ്ങളാണ്. അപ്പോൾ സൂപ്പറാവും. ഹൈദരാബാദ് ഫുഡൊക്കെ നല്ലതല്ലേ? പിന്നെ സൂപ്പറാ, എല്ലാവരും എക്സ്പ്ലോർ ചെയ്യണം. അടിപൊളിയാ. ആണോ? എന്താ അടിപൊളിയാ? എല്ലാവരും അടിപൊളിയാണ്. വിഷ്വലുകളൊക്കെ വളരെ മനോഹരമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ടീമാണ്. എങ്ങനെയുണ്ട് ചേട്ടാ? തീർച്ചയായിട്ടും നല്ലൊരു പുതിയൊരു സംവിധാനത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. പ്രേക്ഷകർക്ക് നല്ലൊരു അനുഭവം തന്നെയായിരിക്കും. ബിഗ് അനുഭവമാണോ? തീർച്ചയായിട്ടും ഒരു പുതിയൊരു അനുഭവമായിരിക്കും ബിഗ് ടിവി വഴി നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പോകുന്നത്. അനൂപ് രാധാകൃഷ്ണനാണ്. അനൂപ് രാധാകൃഷ്ണൻ നമ്മുടെ ഡെസ്ക് ചീഫ്മാരിൽ ഒരാളാണ്. എങ്ങനെയുണ്ട് അനൂപേട്ടാ കാര്യങ്ങളൊക്കെ?
വലിയ പ്രതീക്ഷയോടെയാണ് എല്ലാവരും നമ്മളെ കാത്തിരിക്കുന്നത്. അവരോട് പറയാനുള്ളത് ഉഷാർ ടീമാണ്, നമ്മൾ ഗംഭീരമാക്കും. എല്ലാവരുടെയും പ്രതീക്ഷയും കാത്തു സൂക്ഷിക്കുന്ന ഒരു ചാനലായിരിക്കും നമ്മുടെ. പിന്നെ ഒരു ബിഗ് ടീമാണ് നമുക്ക് ഫീൽ ഉള്ളത്. അവർ തരുന്ന വാർത്തകളൊക്കെ എത്രയും പെട്ടെന്ന് പ്രേക്ഷകരിലെത്തിക്കണം. ഇവിടെ ഇൻപുട്ട് ടീം തയ്യാറായി നിൽക്കുന്നുണ്ട്. എനർജറ്റിക് ആണ് എല്ലാവരും. എത്ര ന്യൂസ് ചാനലായി ഇപ്പം? അതെന്നെ ആക്കി ചോദിച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും ന്യൂസ് ചാനൽ എന്നുള്ള നിലയിൽ 3ാമത്തെ ചാനലാണ്. പക്ഷേ ഇതിനു മുൻപ് വർക്ക് ചെയ്ത ചാനലിനേക്കാളും ഞാൻ ഒരുപാട് പ്രതീക്ഷയോട് കൂടി തന്നെയാണ്. ഒരു ബിഗ് പ്രതീക്ഷയാണ് എനിക്കിതിന് മുന്നിലുള്ളത്. പിന്നെ നിങ്ങളൊക്കെ ഉള്ള ടീമല്ലേ, എങ്ങനെ മോശമാവോ? പുറത്ത് ഭയങ്കര ഹൈപ്പാണ്. ആ ഹൈപ്പിനൊത്തുള്ള കാര്യങ്ങളുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഉറപ്പായിട്ടും ഉണ്ട്. കാണാം. സംതിങ് ബിഗ്, സംതിങ് സ്പെഷ്യൽ. ഇത് കാണാപ്പാടം പഠിച്ചു വെച്ചേ? അല്ല. എങ്ങനെയുണ്ട് ഈ പ്രവർത്തനം? അതായത് ചാനൽ എത്തുന്നതിന് മുമ്പേ നിങ്ങളുടെ കാർഡുകൾ കുറിക്കുകൊള്ളുന്ന ക്യാപ്ഷനുകൾ എത്തിയിരുന്നു. എന്താണ് അതിന് പിന്നിൽ? അതായത് സോഷ്യൽ മീഡിയ ഹിറ്റായി കഴിഞ്ഞു, ട്രെൻഡായി നമ്മൾ. അപ്പോൾ പിന്നെ ഇനി ബാക്കി ചാനലും കൂടെ ട്രെൻഡ് ആവാന്നുള്ളതാണ്. അതിനുള്ള ടീം സജ്ജമാണ്. നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഡിജിറ്റൽ ടീം എല്ലാം സെറ്റ് അല്ലേ? സെറ്റാണ്. അലിയൊക്കെ നാണാണോ? എക്സ്ട്രോവേർട്ട് ആണോ? അല്ല, ഇൻട്രോവേർട്ടാ. സംസാരിക്കില്ല? അധികം സംസാരിക്കില്ല. അടിപൊളിയായിട്ട് പോകുന്നു. ഇനിയുണ്ട്. നല്ല പണി ഉണ്ടായിരുന്നു. നമ്മൾ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ എല്ലാം സെറ്റ് ചെയ്തു. ഇനി കൊച്ചിയിലും സെറ്റ് ആക്കണ്ടേ? കൊച്ചിയിലും സെറ്റ് അല്ലേ? സെറ്റാണ്. അല്ല, പക്ഷേ നല്ല ടീമാണ് കിട്ടിയിരിക്കുന്നത് ടെക്നിക്കലില്. സഹൃദയനായ സിബിൻ ഇനി പാടൂ. എനിക്ക് പാട്ടാന്ന് അറിയില്ല, എന്നാലും പാടി. പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. കുട്ടനാടൻ കായലിൽ കെട്ടുവെള്ളം തുഴയുമ്പോൾ പാട്ടൊന്ന് പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമിഴ്ത്തി ഞാൻ ഇളങ്ങൾ കുടിക്കുമ്പോൾ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ തഞ്ചത്തിന് മീനും പിടിക്കും. There's a lion in Russia long ago. He was big and strong, in his eyes a flamingo. But people looked at him with terror and with fear. But the Moscow chicks that take such a bratty land. We would preach a Bible like a preacher, full of ecstasy and fire. All he was a kind of preacher women would believe. Rara Rasputin, lover of the Russian queen. There was a catch that really was gone. Rara Rasputin, Russia was the machine. There was a catch that really was gone. Oh, madi. നമ്മുടെ ടീമിലെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള നമ്മുടെ പുതിയ വാർത്താവതാരിക മീരയ്ക്ക് ഒരു കൈയ്യടി കൊടുക്കാം. ഞാനും പ്രോംപ്റ്റർ അങ്ങോട്ട് സിങ്കായി വരുന്നേ ഉള്ളൂ, പക്ഷെ വരും, ശരിയാവും. എന്തായാലും സെറ്റാണ്, വലിയ അവസരമാണ്. അടിപൊളി, സൂപ്പർ വൈബാണ്. നേരത്തെ പറഞ്ഞ പോലെ നല്ല ഫുഡ്. പിന്നെ ഇടയ്ക്ക് പറ്റാതെ വരുമ്പോൾ എരിവും മറ്റേ മധുരവും ഒന്നും താങ്ങാൻ പറ്റാതെ വരുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് കുക്ക് ചെയ്യുന്നു ഫ്ലാറ്റിൽ. ധന്യ ഡാൻസ് ചെയ്യും. ധന്യ ഒരു രണ്ട് സ്റ്റെപ്പ് ഇടാതെ ധന്യ പോകില്ല. അപ്പോൾ മാധ്യമപ്രവർത്തകരെന്നോ അല്ലെങ്കിൽ മാപ്രകളെന്നോ എന്തൊക്കെ തന്നെ വിളിച്ചാലും ഞങ്ങളുടെ ഈ കലാപ്രകടനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരേ ഒരു അവസരം ഇതായിരിക്കും. അഭിലാഷ് ഒരു പാട്ട് പാടും. ഞാനും എൻ്റെ ആളും 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിലാണേ ആ കുപ്പായക്കാരി. പങ്കായം പൊക്കി ഞാനൊന്നു നോക്കി അവൾ എന്നെയും നോക്കി. 40 പേരും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കി. ശ്രീതാ കൃഷ്ണൻ, എങ്ങനെയുണ്ട് ആക്ഷേപഹാസ്യ പരിപാടിയൊക്കെ സെറ്റാണോ? വളരെ അടിപൊളിയായിട്ട് പോകണം. ഇവിടെ പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, രാഷ്ട്രീയക്കാർ കുറ്റം പറയാനുള്ള കഴിവ് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കണ്ട. പിന്നെ ഞാൻ കുറച്ച് കിളി പോയ ആളായതുകൊണ്ട് എനിക്ക് പുതിയ സ്ഥലത്തേക്ക് വരുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആണ്.
നല്ല ടെൻഷനിലായിരുന്നു. കാരണം പക്ഷേ ഈ മനുഷ്യനടക്കം ബാക്കി എല്ലാവരും ഇവിടെ കിളി പോയതായതുകൊണ്ട് എനിക്ക് ഒരേ വൈബായിട്ട് നമുക്ക് പൊളിക്കണം. ഈ വീട്ടിലെ കല്യാണ വീട്ടിലെ അമ്മാവന്മാർ എല്ലാത്തിനും മുന്നിൽ നിൽക്കും. പക്ഷെ അവരിങ്ങനെ ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ സ്കൂട്ടാവും. പക്ഷേ അവർ അനുവദിക്കില്ല. ഗ്രീജിക് ടീമിനെ, നമ്മുടെ ടെക്നിക്കൽ ടീമിനെ, എഡിറ്റിനെ, എല്ലാ ടീമിനെയും കണ്ടു കഴിഞ്ഞാൽ അവസാനമായി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ AR VR XR ഗ്രാഫിക്സ് ടീമിനെയാണ്. ആ സംഘം ഇതാ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ബിഗ് ടിവിയുടെ സെറ്റുകളും എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി അവരിവിടെ തയ്യാറായി നിൽക്കുകയാണ്. ആദ്യം നമുക്ക് ഹരിദാസിലേക്ക് പോകാം. വളരെ വലിയ പ്രവർത്തന പാരമ്പര്യവും പരിചയമുള്ള ഹരിദാസ് ബിഗ് ടിവിയിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? എന്ത് പറയും? ഞാൻ കട്ട് ചെയ്ത് കളയും. ടീമൊക്കെ അടിപൊളിയാണ്. നമ്മളിവിടെ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക പരിപാടി. ബിഗ് ടിവിയിൽ ഏറ്റവും സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണെന്ന് അങ്ങേപ്പറ്റി പലരും പറയുന്നുണ്ട്. ശരിയാണോ അത്? ശരിയാണോ? തീർച്ചയായിട്ടും. തിരുത്തി പറഞ്ഞാലോ? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണം. പൂരമായി. പണി എങ്ങനെയുണ്ട്? പണി അടിപൊളിയാണ്. പിന്നെ ഹൈദരാബാദ് അടിപൊളിയാണ്. പിന്നെ നമ്മളെല്ലാം റൂമിൽ തകർക്കുകയാണ്. അടിപൊളിയായിട്ട് പോകും. നന്നായി പോകുന്നു അല്ലേ? ഉഷാറല്ലേ കാര്യങ്ങളൊക്കെ? എല്ലാം ഉഷാറാണ്. അടിപൊളിയല്ലേ? സൂപ്പർ അല്ലേ? ഹൈദരാബാദ് ലൈഫൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പണികൾ എങ്ങനെയുണ്ട്? പണികളും സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. സൂപ്പറായിട്ട് പോകുന്നു. അതെ. ബിഗ് ടിവിയിലുള്ള അനുഭവം എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളി. സൂപ്പർ. അടിപൊളിയായിട്ട് പോകുന്നു. ഉഷാറാണ്. അധികാരം എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അധികാരം പ്രയോഗിക്കുമോ നമ്മൾ? തീർച്ചയായും പ്രയോഗിക്കുമോ? വാർത്തകൾ ഇതാ ഈ നിമിഷം മുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഈ ടീം ഉറപ്പാണ്, തയ്യാറാണ് അല്ലേ? Big TV, without fear or favor. ശരിക്കും സാറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ന്യൂസ് ചാനൽസ്, അതുപോലെ തന്നെ ന്യൂസ് ചാനൽ, എൻ്റർടൈൻമെൻറ്റ് ചാനൽ, അങ്ങനെ ഈ ചാനലുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരാൾ എന്നതിനപ്പുറം സാർ ശരിക്കും ഈ ഒരു മീഡിയ സൊല്യൂഷൻസിൽ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഇതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്ത് ബ്രാൻഡ് ബിൽഡിംഗ് അങ്ങനെ പല വഴികളിലൂടെ പോയിട്ടുണ്ട്. ആ വഴിയിൽ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരെ വിളിച്ചാലോ നമുക്ക്? അപ്പോൾ നമുക്ക് വിളിക്കാം. രാജീവ് ആൻഡ് മിഥുൻ. രാജീവ് നമ്മുടെ CRO ആണ്, മിഥുൻ നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ്. രണ്ടുപേരും ഇവിടെ വന്നിട്ട് അവരെ കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട്. ആദ്യം ഒരു വരട്ടല്ലേ? വെൽക്കം രാജീവ് ആൻഡ് മിഥുൻ. ശരിക്കും ഞാൻ രാജീവ് ഏട്ടനാണ് വിളിക്കുന്നത്. രാജീവ് ഏട്ടൻ ഒരു 10-25 വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്. ഞങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ സഹപ്രവർത്തകരായിരുന്നു. അത് കഴിഞ്ഞ് 24, പിന്നെ റിപ്പോർട്ടർ, ഇപ്പോൾ ബിഗ് TV. എന്നെ വിടാതെ പിന്തുടരുകയാണ് അനിൽ സർ. സാറിനൊപ്പം ഉള്ള ഒരു ജീവിതം, ഞാൻ 25 ഇയേഴ്സ് ആയി എന്ന് പറഞ്ഞതിന് ഒപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ബ്രാൻഡ് ബിൽഡിംഗ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇന്നോവേഷൻസ് കൊണ്ടുവരിക, അതിലൊക്കെ സാറിൻ്റെ ഒരു പാഠശാലയിൽ വന്ന ആളുകളാണ് ഇവർ രണ്ടുപേരും. അവരെ രണ്ടുപേരെയും ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചുമതല ഏൽപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഒരു ചീഫ് റവന്യൂ ഓഫീസർ എന്ന് പറയുമ്പോഴേക്കും ഒരു ചാനലിൻ്റെ ബാക്ക് ബോൺ ആണ്. എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത ഓരോ മേഖലയിലും അവരെ ഏൽപ്പിക്കുന്ന അസൈൻമെൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നതിലപ്പുറം അവർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ചലഞ്ചസും അവർ അത്രയും ഭംഗിയായി എടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ എടുക്കുമ്പോഴും അതിലും വലിയൊരു ചലഞ്ചസ് അവർക്ക് ഏൽപ്പിച്ചു. അതും അവർ ഭംഗിയായി ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ വലിയ ഒരു ചുമതലയാണ് CRO എന്ന് പറയുമ്പോൾ. എങ്ങനെ ടെൻഷനുണ്ടോ? ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അനിൽ സാറിൻ്റെ കൂടെ 6ാമത്തെ വർഷമാണ്. അപ്പോൾ ഞാൻ ആ സമയത്തൊരു നമ്പർ 1 ചാനൽ നിൽക്കുമ്പോഴാണ് സാറിനെ പറ്റി കേൾക്കുന്നത്. അപ്പോൾ സാറ് ക്ലയൻസിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക, ക്ലയൻസിന് വേണ്ടി ഒരുപാട് ഫേവറായിട്ട് അവരുടെ സെയിൽസും അവരുടെ പ്രസൻസും കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ അത് തീരുമാനിക്കുന്നത് സാറിൻ്റെ കൂടെ ജോയിൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ ആ വർഷം മുതൽ സാറിൻ്റെ കൂടെയാണ് ഒരുപാട് കൂടെ സഞ്ചരിച്ചു, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഏറ്റവും മികച്ച സെയിൽസ് ടീം വന്നിട്ടുണ്ട്. അക്രോസ് പാൻ ഇന്ത്യ, കേരളത്തിനകത്തും പുറത്തുമായിട്ടുള്ള മികച്ച സെയിൽസ് ടീം നമുക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ വിസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. മികച്ച സെയിൽസ് ടീം, അവരെ മികച്ച രീതിയിൽ നമുക്ക് ഗ്രൂം ചെയ്ത് വരുന്നുണ്ട്. അതിന് ഓഫ് കോഴ്സ് അനിൽ സാറിൻ്റെ ഒരു സെഷൻ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്, എല്ലാ സമയത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. യെസ്, നമ്മുടെ കൂടെയുള്ള നമ്മുടെ യങ് ആൻഡ് വൈബ്രന്റ് മിഥുൻ അല്ലേ സാർ? അതെ, പറഞ്ഞ കറക്റ്റാണ്. യങ് ആൻഡ് വൈബ്രന്റ് മിഥുൻ. അതെ. അപ്പോൾ മിഥുൻ നമ്മുടെ VP ആണ്, വൈസ് പ്രസിഡന്റ് ആണ്. മിഥുൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഥുൻ ഇങ്ങനെ പ്രൂവ് ചെയ്ത് നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. ഒരു ടാർഗറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാറ് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ അത് ഫിനിഷ് ചെയ്തിട്ട് സാർ വാട്ട് നെക്സ്റ്റ് എന്ന് ചോദിക്കുന്ന ഒരു മിഥുനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ശരിയല്ലേ? ശരിയാണ്. മിഥുൻ എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഥുന് കൺസിസ്റ്റൻസിയാണ്, ഡീറ്റെയിലിംഗ് ആണ്, ആൻഡ് എപ്പോഴും അതിനുവേണ്ടി ഇങ്ങനെ നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി റിസൾട്ട് വരുമല്ലോ, അത്രയും ഹാർഡ് വർക്കും കൺസിസ്റ്റൻസി ഉള്ളപ്പം. അത് അടുത്ത കാലത്ത് അങ്ങനെ ആരും കാണാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇതിൽ കണ്ട ഏറ്റവും നല്ലൊരു കാര്യം. അത്
അത് ശരിക്കും മറ്റുള്ളവർക്ക്, ആ പ്രായത്തിലുള്ളവർക്കും ജൂനിയേഴ്സിനെ ഇൻസ്പയർ ചെയ്യേണ്ട കാര്യമാണത്. ഈ ഒരു പ്രായത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു പ്രചോദനമാകുന്ന രീതിയിലുള്ള ഒരു അച്ചീവ്മെൻറ്റ്, അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗ്രോത്ത് പാറ്റേൺ എന്താണ് എന്നൊക്കെയുള്ളത് ഈ ഒരു മീഡിയ സൊല്യൂഷൻസ് എന്ന് പറയുന്ന മേഖലയിൽ തന്നെ മിഥുൻ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ വാട്ട് നെക്സ്റ്റ്? ബിഗ് ടി വിയിൽ ഇനി എന്താണ് മിഥുൻ്റെ പ്ലാൻസ്? അല്ല, സാറിൻ്റെ ഒരു ഗൈഡൻസ്, അനിൽസാറിൻ്റെ ഗൈഡൻസ് കരിയറിൽ ത്രൂ ഔട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കരിയർ തുടങ്ങി 2-3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അനിൽസാറുമായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റി. ഇപ്പോൾ 8 വർഷമായിട്ട് അനിൽസാറിൻ്റെ ഒപ്പം ഉണ്ട്. അനിൽസാറ് ഗൈഡ് ചെയ്ത വഴികളിലൂടെ നടന്നപ്പോൾ കരിയറിന് മാത്രമല്ല വ്യക്തിപരമായും ഒരുപാട് നേട്ടങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്. എന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് ഗ്രൂം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ശരിക്കും ഈ ഒരു ഫാമിലിയുടെ ഭാഗമാകുമ്പോഴേക്കും ദർ ഈസ് സംതിങ് ഡിഫറെൻ്റ് അല്ലേ? എന്തോ ഒന്നുണ്ട്, ഒരു മാറ്റം, അത് നമ്മളെല്ലാവരെയും ഒന്നിച്ച് നിർത്തുന്ന, അത് അനിൽ സാർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഓഫ് കോഴ്സ് അവിടെയുണ്ട്. അതിനപ്പുറം നമുക്കിടയിലൊക്കെ ഒരു കൃത്യമായിട്ടൊരു വൈബുണ്ട് അല്ലേ? ഒരു ഫാമിലി ബോണ്ടുണ്ട്. അത് ഉടനീളം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അതുണ്ട്. ഞങ്ങളുടെ ടീമിൽ കുറച്ചും കൂടി കൂടുതലുണ്ട്. സാറിൻ്റെ ഗൈഡൻസ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഞങ്ങൾക്കാണ്, നമ്മുടെ സെയിൽസ് ടീമിനാണ്, അല്ലെങ്കിൽ നമ്മുടെ റവന്യൂ ടീമിനാണ്. അനിൽ സാർ, നമ്മൾ ഈ പറയുന്ന പരസ്യങ്ങളായാലും അതുപോലെ തന്നെ ടാലൻറ്റ്, അല്ലെങ്കിൽ ആങ്കറായി നമ്മൾ ടാലൻറ്റ് എന്നാണല്ലോ പറയുക. അപ്പോൾ ആങ്കർ ആയാലും അതുപോലെ തന്നെ നമ്മൾ സെറ്റിൽ വെക്കുന്ന പ്രോപ്പർട്ടീസ് ആയാലും ഇതെല്ലാം കൃത്യമായിട്ട് ഒരേപോലെ ഒരേ എത്തണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ നിൽക്കുന്ന ഒരു എഞ്ചിനീയർ വേണം. ഒരു ന്യൂസ് ചാനലിൽ ഒരു എഞ്ചിനീയർ ഉണ്ടെങ്കിൽ അത് ആ ന്യൂസ് ചാനലിലെ DOP ആണ്, ഹെഡ് ഓഫ് ക്യാമറ ഓപ്പറേഷൻസ്. നമുക്ക് വിളിക്കാം പ്രദീപ് മാധവനെ. വെൽക്കം പ്രദീപ്. ആ വരവ് കണ്ടോ? അദ്ദേഹം ക്യാമറ ഓപ്പറേഷൻസിന്റെ ഹെഡാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു സിനിമാ താരം കൂടിയുണ്ട്. ആ താരത്തെ ഞങ്ങൾ അധികം ഉണർത്താതെ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുക. ഒരു ബിഗ് TV എന്ന് പറയുന്ന നമ്മുടെ ഒരു ടീമിന്റെ ഭാഗമാകുമ്പോഴേക്കും നമ്മൾ ശരിക്കും യങ് ആൻഡ് വൈബ്രന്റ് ക്യാമറ പേഴ്സൺസ് ആണ്. നമ്മൾ ഓരോരുത്തരും എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു യങ് ബ്രീഡിനെയാണ് ഇത്തവണ പ്രദീപ് മാധവൻ അസംബിൾ ചെയ്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടുപരിചയിച്ച മുഖങ്ങൾക്കപ്പുറം ടാലന്റഡ് ആയിട്ടുള്ള കുറേ ആളുകളെ, അപ്പോൾ അവരെയൊക്കെ ഗ്രൂം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചലഞ്ച് അല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ ഗ്രൂപ്പിൽ പെൺകുട്ടികളടക്കം എനർജറ്റിക് ആയിട്ടുള്ള വളരെ യൂത്തായിട്ടുള്ള ക്യാമറമാന്മാരാണ്. അവർ കൃത്യം എക്സ്പീരിയൻസ്ഡുമാണ്. നമുക്കങ്ങനെ വലിയൊരു ഗ്രൂമിങ് കൊടുക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാം അവരുടെ കഴിവ് കൃത്യമായി അവർ തെളിയിക്കുന്നുണ്ട്. നമുക്ക് ഞാൻ നേരത്തെ പറയായിരുന്നു, നമ്മളിപ്പോൾ ആഡ്സ് പ്ലേസ്മെന്റ് ആയാലും ഒക്കെ അനിൽ സാർ എവിടെയും കൊണ്ടുപോയി ആഡ് വെക്കും, എവിടെയാണ് വെക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒരു ചലഞ്ചായിട്ട് തോന്നിയിട്ടുണ്ട് ഈ യാത്രക്കിടയിൽ. നമ്മളിപ്പോൾ 2ാമത്തെ 3ാമത്തെ ചാനലിലേക്കൊക്കെ എത്തുമ്പോൾ ഉറപ്പായിട്ടും അതൊരു ചലഞ്ചായിട്ട് തോന്നിയിട്ടുണ്ട്. സാറിന്റെ വേഗത്തിനൊപ്പം ഓടാനായിട്ട് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടിയിട്ടുണ്ടോ? ഇതേവരെ ഇല്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ അഭിനടക്കമുള്ള ആൾക്കാരൊക്കെ ആ സ്പീഡ് പിടിച്ചു. ഉറപ്പായിട്ടും അവർ ഓടി നടന്ന് പിടിച്ചു. അല്ല, വളരെ ഇപ്പോൾ ന്യൂസ് ചാനലിലെ ക്യാമറകൾ ക്യാമറ ഡിപ്പാർട്ട്മെന്റിലെ നോക്കി നടത്തുക, 10-40 പരം ക്യാമറ ആൾക്കാരെ നോക്കുക, എടുക്കുക, സ്റ്റുഡിയോ ക്യാമറയൊക്കെ നോക്കുക എന്ന് വെച്ചാൽ ടെൻഷനുള്ള ജോലിയാണല്ലോ. പ്രദീപിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കൂളായിട്ട് ഡീൽ ചെയ്യും. അത് വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 2 ക്യാമറ ലൈവിൽ ഡൗൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ലവ് സിഗ്നൽ അടിച്ചിട്ടു. നമുക്ക് ഇവർക്കൊരു താങ്ക്സ് പറഞ്ഞ് ഇവരെ നമുക്ക് യാത്രയാക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീമിലെ കരുത്തുറ്റ 3 പേരാണ് രാജീവ്, മിഥുൻ ആൻഡ് പ്രദീപ് മാധവൻ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഐ റിക്വസ്റ്റ് വിജയ് സർ ആൻഡ് അനിൽ സർ ടു സ്റ്റേ ബാക്ക് ആൻഡ് താങ്ക് യു. Big TV without fear or favor. അൽ സർ, നമ്മൾ ഇപ്പോൾ നമ്മുടെ ബാക്ക് ബോണായിട്ട് നിൽക്കുന്ന ബിഗ് TV മലയാളം ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അഹോരാത്രം പ്രയത്നിച്ച ആളുകളെയൊക്കെ, ക്യാമറയ്ക്ക് പിന്നിലുള്ളവരെ നമ്മൾ പരിചയപ്പെടുത്തി. നമുക്ക് ഈ തെലുഗു ബിഗ് TV തുടങ്ങിയിട്ടാണല്ലോ നമ്മൾ മലയാളത്തിലേക്ക് വന്നത്. അപ്പോൾ അതിലെ അണിയറക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടുത്തണ്ടേ? തീർച്ചയായിട്ടും അവരുടെയൊക്കെ ഒരു ഹാർഡ് വർക്ക് നെക്സ്റ്റ് ലെവലാണ്. സോ ഡെഫിനറ്റ്ലി നമുക്ക് അവരെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തണം, ആ ടീമിനെ. യെസ്. അപ്പോൾ നമുക്ക് അവരിലേക്ക് പോകാൻ അടുത്തതായിട്ട് നമ്മുടെ ഒരു ബാക്ക് എൻഡ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. കാരണം നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്ത് സംസാരിക്കുന്നത് നമ്മൾ ഹൈദരാബാദിൽ നിന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെയും ബാക്ക് ബോണായി ആ ഒരു എൻജിനായിട്ട് നിൽക്കുന്ന 3 പേരെയാണ് ഞാനിനി പരിചയപ്പെടുത്താൻ പോകുന്നത്. അവർ ചീഫ് ടെക്നിക്കൽ ഓഫീസർ മിസ്റ്റർ ബാലമുരളി, അവർ IT ഹെഡ് അഭിഷേക് ആൻഡ് അവർ PCR ഹെഡ് ശിവ. വെൽക്കം. വിജയ് സർ, these are our engine too. Yes. Because they are working for us too. Yes, exactly. From last 3 months especially, they don't have any sleep. They've been working all 24 hours. Yeah. They're really, although we are in the front of the, system, they are working in the back of the system. Yeah. I really appreciate their work. Thank you, sir. So how do you feel, sir? Our Malayalam news channel is a reality now. I feel very happy, sir. Happy, madam. In terms of cooperation of other teams and the technical team and the IT team and the graphics and the desk team also. And Vijay sir also giving the cooperation in the terms of works. So you're happy now? I am very happy. So, Varma ji, we traveled together to Kerala, where our office setup is going on, and he's looking after entire thing in Kerala and in Hyderabad. Yes. So,
are you getting enough sleep? Yeah, now little better. Little better. Yeah. So this moment, yeah, you must be the happiest person. Yes, really. Everything I'm is enjoying working it. well. Yes, I'm enjoying it really. Yeah. So our PCR head Shiva, I have seen him working with the PCR and for setting everything in a good way. He's working hard there. So Shiva, what do you want to tell now? Thank you, madam. Congratulations to Malayalam for a great launch. Very thanks to give this opportunity to learn new things. It is a good platform to, as a technical guy, it is a good platform to our. Thank you, sir. So Balamurali, Abhishek Verma and Shiva, thank you so much. I request Vijay Sanal sir to stay back. Thank you. Thank you. Big TV, without fear or favor. Sir, actually, we were thrilled to work with our Telugu team. Shall we introduce a few? Yeah, sure. We have a lot of number of people who are really talented, but we have the opportunity to call in only few of them. Our Telugu team is ready. Welcome Ganesh, our associate editor in Big TV Telugu, and here comes Sartaj, and we have from sales head Poojita is here. Poojita, welcome. And from graphics, the head of graphics department Sai is here, and from edit department Ramu is here. And from camera, J. Ashok is the head of camera operations in Big TV Telugu. Welcome all. Sir, so our team is here. Yes. Could you please introduce them? Like we have from different departments, and Sartaj is familiar to Telugu and Malayali viewers because she came for our launch activity also. Correct. On behalf of everybody present here, I'll ask Ganesh, because I met him first. Because Sartaj I know, but Ganesh, how do you feel when the Big TV Malayalam it already launched and on this floor? Thank you very much. So hearty congratulations to all the team, our daring, dashing and chairman Jay sir and Anil sir. I believe that Big TV become #1 channel in South India. So Poojita. So Big TV in Telugu industry already succeeded brand because both states like Telangana and Andhra Pradesh, people are accepting it in next level. And so we are also a succeeded brand. So Malayalam already you people are certified in Malayalam market, and other states also it is like everybody's expectations. Already you are on 100% now. Everybody's expectations went to 1000%. Okay. So all the very best and congratulations. Okay, thank you Poojita. And moving on to Ashok. Big TV, Malayalam, all the best. Okay, thank you Ashok. And Ramu. So first of all, congrats ma'am. எனக்கு நல்ல சந்தோஷம் இருக்கு. So Big TV once more congrats to Malayalam channel. Okay, we will work together as a family. And finally, Sai. I'm very proud for this movement because we started actually from the beginning as Big TV Telugu was started. So now we are launching a new channel, and for that, heartily congratulations. And then for new innovation, XRVR and this we are going to be blast the Telugu media, obviously. Yeah. We are hoping for the best. Yeah. Actually, Sai also one of the great artists in this. Yeah. So we'll make use of his talent also in our Big TV Malayalam. Yeah, definitely. Yeah. Sir, Sartaj. Oh, what else? You forgot me very no, bad. No, never. I can't forget you because you are my competitor. Oh, so hearty congratulations, and I feel very happy that you have started your, the channel from here, from Hyderabad, from the studio, and I'm very happy that I'm, witnessing. So you are going to get a hands-on experience on how the channel Correct. is going. That's what I was studying. So you can study Malayalam. Yeah. So that I can come there. Yeah. അപ്പോൾ സർത്താജിന് എന്തായാലും നമുക്ക് മലയാളത്തിൽ കൊണ്ടുവരണം അല്ലേ സാർ? തീരുമാനിച്ചു. I request Anil sir and Vijay sir to stay back, and team, thank you so much. Thank you. Big TV, without fear or favor. Sir, we met all the teams, those who work in the back end and those who are appearing on screen, the editorial board members. We met everybody and we did the logo launch. What next? I thank everybody, and also I appeal to all Malayalam audience to bless us. On behalf of us, I can promise that we can work hard and be fighting on behalf of Malayalam audience. And there are
one more thing I want to mention. All staff, all employees traveled to Hyderabad for a few days. I really want to say thanks to them, and especially Sujaya, your inspiration to so many people I've seen in Kerala, and also your inspiration to all upcoming reporters, anchors, and then I hope they learn a lot of things from you. Thank you, sir. It's really much respectful. I don't know how to describe it. So thank you from my bottom of my heart. Anil sir, എന്താണ് ഇനി? അല്ല, നമ്മൾ TV നമ്മൾ ലോഞ്ച് ചെയ്തു, നമ്മുടെ പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കാൻ പോവാണ്. അതെ, നമ്മൾ കുറേ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചാനൽ ഇപ്പോൾ യാഥാർത്ഥ്യമായി നമ്മൾ മലയാളികളുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മൾ അവരുടെ മുന്നിൽ പറഞ്ഞ പ്രോമിസ് നമ്മൾ കീപ്പ് ചെയ്യണം. അത് സുജയുടെയും എൻ്റെയും നമ്മുടെ എഡിറ്ററുകളുടെയും നമ്മുടെ എല്ലാ ടീമിൻ്റെയും ഉത്തരവാദിത്വമാണ്. അപ്പോൾ അത് നമ്മൾ ഭംഗിയായി ചെയ്യണം. അത് നമ്മളുടെ സമൂഹത്തോടുള്ള നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അത് നമ്മൾ മറക്കാണ്ട് സൂക്ഷിക്കുക എന്നുള്ളത്. പക്ഷേ അതിനോടൊപ്പം തന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് വിജയ് സാറിനോടാണ്. വിജയ് സാറിൻ്റെ ടീമും തെലുങ്കാന നമ്മുടെ ഇവിടുത്തെ തെലുങ്ക് ചാനൽ ടീമും എല്ലാം അതേപോലെ നമ്മളോട് അത്രമാത്രം ഹാർഡ് വർക്കും കമ്മിറ്റ്മെൻറ്റോട് നിന്നുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ. അവരുടെ ഒരു സഹകരണം എന്ന് പറയുന്നത് നമുക്ക് ഈ യാത്ര പെട്ടെന്ന് ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതിന് ഒരുപാട് സഹായിക്കും. വിത്തിൻ 90 days I can say. അത്രയും ഡെഡ് ലൈനിലാണ്. This is the fastest news channel launch he has ever done. And I think anywhere in India. I feel proud നമ്മുടെ ടീമിലും നമ്മളുടെ ഈ ഹാർഡ് വർക്കിലും. വി ഹോപ്പ് നമുക്കത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നു. സോ ദ പാറ്റേൺ ഈസ് ഓവർ ടു യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ശരിക്കും ഇവർ രണ്ടുപേരും തരുന്ന ആ ഒരു ഇൻസ്പിറേഷൻ ശരിക്കും നമുക്ക് മുന്നോട്ട് പോകുന്ന ഈ ഒരു യാത്രയിൽ അതൊരു ഇന്ധനമായി മാറുകയാണ്. സർ, ഐ വാസ് സേയിങ് യു ആർ ആഡിങ് ഫ്യൂവൽ ടു മൈ എനർജി. അപ്പോൾ നമ്മുടെ ഒരു ടീം ഇവിടെ പൂർണ്ണമായിട്ടും തയ്യാറാണ്. അപ്പോൾ ഇനി നമുക്ക് പറയാനല്ല, ചെയ്ത് കാണിക്കാനായിട്ടാണ് ഉള്ളത്. അത് നമ്മുടെ ഒരു ടീം, ഒരു ബിഗ് ടീം, അവർ തയ്യാറാണ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സുജ. All the best to you. Thank you, sir. I'll do my best. Yeah, all the best. Thank you, Vijay, sir. Thank you. All the best. Yeah. The floor is yours now. Thank you so much. Thank you. അപ്പോൾ അനിൽ സാറും വിജയ് സാറും ഈ ഫ്ലോർ ഇങ്ങ് തന്നിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ഫ്ലോർ ഞാൻ അങ്ങ് എടുക്കട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങളുടെ അനുവാദത്തോടെ, നിങ്ങളാണ് എപ്പോഴും എൻ്റെ ഊർജ്ജം. കാരണം നിങ്ങൾ ഈ ക്യാമറയുടെ പിന്നിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളോടാണ് സംസാരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ ദിവസവും ഞാൻ ഈ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആരോടൊക്കെയോ സംസാരിക്കുന്നത് പോലെ അങ്ങനെ പറഞ്ഞ് നിങ്ങളെ എല്ലാവരെയും നേരിട്ട് കാണുന്നത് പോലെ ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ചിന്തിച്ച് നിൽക്കാൻ സമയമില്ല. നമ്മുടെ ആക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ വാർത്തകളുടെ ലോകമെമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അവയിലേക്ക് നമ്മൾ ആഴത്തിലിറങ്ങുകയാണ് ആധികാരികമായി. വെൽക്കം ടു ബിഗ് ടി വി. Righteousness, supremacy, impartiality, people, and voice. Big TV, without fear or favor.